അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ക്രൂശിൻ്റെ 3 സാധ്യതകൾ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാനവജാതിക്ക് ലഭിച്ച 3 കാര്യങ്ങൾ. അതാണ് നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള, നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള 3 കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനു മുൻപ് അതിൻ്റെ വിഷയത്തിൻ്റെ ഒരു മുഖവുരയിലേക്ക് ഞാൻ വരികയാണ്. യേശുവിൻ്റെ പ്രത്യക്ഷതകൾ 3 എണ്ണമാണ്. പറൂസിയ എന്നൊരു വാക്കുണ്ട്. പറൂസിയ എന്ന് പറയുന്ന വാക്കിന് അതാണ് ഔദ്യോഗിക പ്രത്യക്ഷതകൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെയും പ്രത്യക്ഷതകൾക്ക് വേറെ വാക്കുകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഔദ്യോഗിക പ്രത്യക്ഷതകൾ എന്ന് പറയുന്നത് പ്രധാനമായി 3 എണ്ണമാണ്. 1, 2000 വർഷങ്ങൾക്ക് മുൻപ് വേഷത്തിൽ മനുഷ്യനായി കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. അതാണ് 1ാമത്തെ പ്രത്യക്ഷത. 2, 33.5 വർഷം കർത്താവ് ഭൂമിയിൽ ജീവിച്ചു എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. തർക്കവിതർക്കങ്ങൾ ഇപ്പോഴുണ്ട്, എന്നാലും നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. ഏകദേശ കണക്കുകൾ ക്ലിയറാണ്. ആ 33.5 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി. അതൊരു പ്രത്യക്ഷതയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. സംശയിക്കേണ്ട. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി ഇപ്പോൾ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി എന്നവിടെ ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ പ്രത്യക്ഷത സ്വർഗത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ 3ാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് വീണ്ടും ഈ ഭൂമിയിൽ വരും. അതാണ് 2ാമത്തെ വരവ് എന്ന് പറയുന്നത്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്തിനാണ് കർത്താവ് ഈ 3 പ്രത്യക്ഷതകൾ എന്ന് ചോദിച്ചാൽ 3 ഉത്തരങ്ങളാണ്. അതായത് യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? ഉത്തരം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യേശു എന്തിനാണ് സ്വർഗത്തിൽ പോയത്? ഉത്തരം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വീണ്ടും വരുന്നത്? ഉത്തരം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞാൽ ബൈബിളിൻ്റെ സന്ദേശമായി. 10ാമതൊരു കൂട്ടം പറയാനില്ല. പിന്നെ വേണമെങ്കിൽ സൈഡായിട്ട് കുറച്ചൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് യേശുവിൻ്റെ 1ാമത്തെ പ്രത്യക്ഷത കൊണ്ട് നടന്ന 3 കാര്യങ്ങൾ? 1, 300-ലേറെ പ്രവചനങ്ങളുണ്ടായിരുന്നു യേശു ലോകത്തിൽ വരണമെന്ന് പഴയമത്തിൽ. ആ പ്രവചനങ്ങൾ നിവൃത്തിയാക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിലും പെർഫെക്റ്റ് അല്ലായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിക്കാനാണ് യേശു ലോകത്തിൽ വന്നത്. 3, യേശു ലോകത്തിൽ വന്നത് ശത്രുവായ പിശാചിൻ്റെ തലയെ തകർക്കുവാനാണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അപ്പോൾ ആളുകൾ ചിന്തിക്കുമായിരിക്കും, അപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതോ കുരുടനെ സൗഖ്യമാക്കിയതോ അതെല്ലാം സൈഡാണെന്നേ. അതിന് വേണ്ടിയിട്ടൊന്നുമല്ല യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. 35-ലേറെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് 6 സ്ഥലങ്ങളിൽ. വീട്ടിൽ, ശവക്കോട്ടയിൽ, ആദ്യം അവസാനം, പള്ളിയിൽ, വഴിയിൽ, കടലിൽ, കരയിൽ. ഇങ്ങനെ 6 സ്ഥലങ്ങളായി 35-ലേറെ അത്ഭുതങ്ങൾ, അത് കൂടുതലുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും, അതിനല്ലേ യേശു വന്നത്? പ്രത്യേകിച്ച് വചനം ഉണ്ടല്ലോ, ഞാൻ ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനല്ലേ യേശു വന്നത്? ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ബദ്ധന്മാരെ വിടുതലല്ല. നമ്മളെല്ലാം വിളിച്ചു പോയി കൊണ്ട് നടക്കുന്നത് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം യേശുക്രിസ്തുവാണ്. അതൊക്കെ ഒരു സത്യവുമാണ്. പക്ഷേ നമ്മൾ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല വാസ്തവത്തിൽ യേശു വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ യേശു 33 വർഷം ജീവിച്ചപ്പം എത്ര കുരുടന്മാരെ സൗഖ്യമാക്കി? 3 എത്ര മരിച്ചവരെ ഉയർപ്പിച്ചു? 3 ബാക്കിയൊക്കെ എന്തേ? അവിടെ കിടപ്പുണ്ടെന്നേ. അതൊന്നും യേശുവിന് വലിയ കാര്യമൊന്നുമില്ലെന്ന്. യേശു വന്നത്, ഇതൊക്കെ സൈഡാണ്. യേശു വന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണം, ആ മരണത്തിന് വിധിക്കപ്പെട്ട ആളുകളെ നരകശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ച് അവന് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു ലോകത്തിൽ വന്നത്. സ്തോത്രം. പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെ വെള്ളറടയിൽ വന്ന് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. നല്ല ചായക്കട, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി വന്നാൽ അവിടെ ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചായ കുടിച്ചു. അപ്പോൾ എന്നെ ധാരാളം ആളുകൾ അറിയാം, അത്യാവശ്യം അറിയാമായിരിക്കും. എന്നെ ഒരാൾ കണ്ടേച്ച് എൻ്റെ നാട്ടിലോട്ട് വിളിച്ചു പറയുകയാണ്, ജോയി പാറയ്ക്കൽ വെള്ളറടയിൽ ചായയും പുട്ടും കഴിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം അതിനു വേണ്ടിയാണ് വെള്ളറടയിൽ വന്നത് എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ?
ഇയാൾ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ എന്നാ മിണ്ടാത്ത? ഇയാൾ കണ്ടത് ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ വെള്ളറുടെ ചായക്കട ഇരുന്നത് കൊണ്ട് പിന്നെ ചായയും പുട്ടും കഴിക്കുകയാണ് കണ്ടതാണെന്ന്, സത്യമാണെന്ന് ഈ പറഞ്ഞ കാര്യം. തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും പറയുമോ ഞാൻ അതിനെ വെള്ളറുടെ വന്നതെന്ന്? അറിയോ? എൻ്റെ മുന്നേ ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ കോളേജിൽ അവിടെ 160 പേര് പഠിക്കുന്ന, ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് പഠിക്കുന്ന ബൈബിൾ കോളേജ്. അതിൻ്റെ 3-ാം ദിവസം ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ആദ്യം ഒന്ന് മസിൽ പിടിച്ചതാണ്, കാരണം വരാനൊക്കത്തില്ലാത്തതുണ്ട്. അത് ഒത്തിരി പിള്ളേർ പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ രാത്രി 8 പോകുന്നത്. 9:30 ട്രെയിനിൽ കയറി, വെളുപ്പിന് 5:30 കൊച്ചുവേളി വന്നു, 7-8 വന്നു. അപ്പം ഞാൻ ഇത്രയും കാശ് മുടക്കി തലേ ദിവസം രാത്രി വരെ നിലമ്പൂരിൽ ഇവിടെ വന്ന് പുട്ടും കടലും തിന്നാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടുത്തെ യോഗത്തിൻ്റെ മുട്ടച്ചൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നതാണെന്നേ. വന്ന വഴിയിൽ ചായ കുടിച്ചതൊരു സത്യവുമാണെന്ന്. ഇത്രയും ഉള്ളെന്ന് ഇതൊക്കെ ആരോട് പറയാൻ? ഇത്രയും ഉള്ളെന്ന്. ഇതൊന്നും പറഞ്ഞാൽ സ്വോത്രം ഏലേശൊന്നും വീഡിയോയിലെന്നറിയാം. ഒരെണ്ണം സ്വോത്രം പറയുന്നില്ലെങ്കിലും 9:30 വരെ പ്രസംഗിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ ശവക്കൊട്ടെ കുരിശിരിക്കുന്ന പോലെ ഇരുന്നാലും ഞാൻ 9:30 അല്ല അതിനപ്പുറത്തും പ്രസംഗിക്കും. സ്വോത്രം. അപ്പോൾ ഇതൊക്കെ സത്യമാണെന്നേ. അല്ല, 5 ഏക്കർ വസ്തു ഉണ്ടെന്നേ. അതിനകത്ത് തെങ്ങിൻ്റെ മൂടൊക്കെ എടുത്ത് നമ്മൾ കിളച്ച് വളമിടാൻ വേണ്ടി ഇങ്ങനെ മണ്ണ് മാന്തുമ്പോൾ ആ മണ്ണിൻ്റെ പുറത്ത് അല്ലേ, ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രത്യേക ഭാഷയാണ്, മണ്ണിങ്ങനെ വളച്ചു കൂട്ടുന്നതിൻ്റെ പുറത്ത് ഒരു കഷണം ഇഞ്ചി, ഒരു മഞ്ഞൾ, ഒരു കാന്താരിയൊക്കെ നടാറുണ്ട്. ഇവിടെ ഇല്ലയോ? നടന്നുണ്ട്. 5-ൻ്റെ മോട്ടറും വെച്ച് മോണോ ബ്ലോക്കിൻ്റെ പമ്പ് സെറ്റ് വെച്ച് നനയ്ക്കുക. അപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ വെള്ളം നിറഞ്ഞു വെക്കുമ്പോൾ ഈ കാന്താരിയും മഞ്ഞളും പറയും, കൂവയും പറയുക, എണ്ണ നനയ്ക്കാനായിട്ട് ഈ മണ്ടൻ 5-ൻ്റെ മോട്ടർ വെച്ചിരിക്കുന്നു. ശരിയാന്നു? എടാ, നിന്നെ നനയ്ക്കാനല്ലെന്നേ, ഈ തെങ്ങ് നനയ്ക്കാനാണെന്നേ. പിന്നെ ഈ വാഴ നനഞ്ഞപ്പം ചീരയും നനഞ്ഞ അത്രയേ ഉള്ളെന്നേ. അതുകൊണ്ട് ഈ രോഗസൗഖ്യവും നിങ്ങൾ പറയുന്ന അരിമ്പാറ മാറുന്നതും ബാലുണ്ണി മാറുന്നൊക്കെ ക്രൂശിൻ്റെ സാധ്യതകളിൽ പെട്ടതല്ല. സ്വോത്രം. സ്വോത്രം. പാപ ശമ്പള മരണ നരക ന്യായവിധി. ഞാൻ എൻ്റെ 2-ാമത്തെ പുസ്തകത്തിലൊരു മനോഹരമായ പദപ്രയോഗം, പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ വിൽപ്പനയ്ക്കില്ല, കാരണം അത് ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടില്ല. 3-ാമത്തെ എഡിഷനൊക്കെ കഴിഞ്ഞു. ഓൺലൈൻ വഴിയൊക്കെ കിട്ടുമായിരിക്കും. വലിയ പുസ്തകമാണ്, 450 രൂപയുടെ. ഇത്രയുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്തൊരു വാചകം, ദൈവം എനിക്കതൊരു വാചകം കടം എടുത്ത് പറയുക, പാപ ശമ്പള മരണ നരക ന്യായവിധി. അതിൽ നിന്ന് വിടുവിക്കാനാണ് യേശു വന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ഇതെല്ലാം ചെയ്യാൻ കർത്താവ് ശക്തനാണ്. എന്നാൽ സുവിശേഷത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തരുത്. ഫൈനൽ നമ്മുടെ ലക്ഷ്യം, ഫോക്കസ് എന്ന് പറയുന്നത് നരകത്തെ വിറപ്പിക്കാൻ തന്നെയാണ്. സ്തോത്രം. നമുക്കൊക്കെ രോഗമുണ്ട്, ഭാരമുണ്ട്, പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ക്രിസ്തുവിൻ്റെ ക്രൂശുമായി അകറ്റുന്ന സംഗതികളല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് യേശു വന്നത്. ഇനി 2-ാമത് കർത്താവ് സ്വർഗത്തിൽ പോയി. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിനെ തരാനാണ് യേശു സ്വർഗത്തിൽ പോയത്. 2, നമുക്കൊരു മധ്യസ്ഥൻ വേണം. അതിനാണ് കർത്താവ് സ്വർഗത്തിൽ പോയത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു മധ്യസ്ഥന്മാരെ അംഗീകരിക്കാത്തത്. അതിന് വചനമില്ല, അതുകൊണ്ടാണ്. 3-ാമത് ഒരു വീട് കർത്താവ് സ്വർഗത്തിൽ പണിയുന്നു. അതിന് വേണ്ടിയിട്ട് ഈ വീട് സ്വർഗത്തിൽ പണിയെന്ന് പറയുമ്പം ഈ 2 നല്ല വീടുള്ളവർ സ്വത്രം പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വാടക കിടക്കുന്നവർ പോലും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ വാടക ഒഴിവാകയില്ലെന്നും പറഞ്ഞ് കേസ് കൊടുക്കാനിരിക്കുകയായിരിക്കും, ഇല്ലയോ? അതാ ഈ വാടക കൊടുക്കാത്തത്. ഒഴിവാകത്തില്ലെന്നേ ആളുകൾ. എൻ്റെ കേസും കൊടുത്ത് ആകെ 4000 രൂപ വാടക കിട്ടുള്ളൂ. എൻ്റെ പുറകെ 5 കൊല്ലം നടക്കണം. അപ്പോൾ സ്വർഗത്തിൻ്റെ വീടുണ്ട്. ഈ വീട് 5 വീടുകളാണ് ബൈബിളിൽ. ഇസ്രായേൽ ഒരു വീടാണ്, പിന്നെ ഏതാ, ദൈവസഭ ഒരു വീടാണ്, ശരീരം വീടാണ്, താമസിക്കുന്ന വീടാണ്. ഈ 4 വീടും ഭൂമിയിലാണ്. അത് 4ഉം തകരും, അല്ലെങ്കിൽ മാറും. അതുകൊണ്ടാണ് മാറിപ്പോകാത്ത സ്ഥലത്ത്, ഇളക്കമില്ലാത്ത സ്ഥലത്ത് ശാശ്വതമായ വീട് കർത്താവ് പണിതിരിക്കുന്നത്. ഇനി കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് വരും. അപ്പോഴും 3 കൂട്ടം കാര്യങ്ങൾ നടക്കും. 1, ഒന്നാമത്തെ വരവിന് 300 പ്രവചനമായിരുന്നു. 2-ാമത്തെ വരവിന് 625 പ്രവചനമുണ്ട്. പ്രവചനമൊന്നും മനുഷ്യൻ്റെ സ്വയമായ വ്യാഖ്യാനത്തിലുള്ളതായതല്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച തിരുവെഴുത്തുകളാണ്. അത് നിവൃത്തിയാക്കാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നത്. 2, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൺവെൻഷനെ ഇതൊക്കെ പ്രസംഗിക്കണം ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാക്കളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്, അല്ലാണ്ട് ശരീരമല്ല, ഒന്നുമല്ല. ഇത് നരയ്ക്കുകയും ചെയ്യും, ഇതിന് ഷുഗറും ഉണ്ടാകും, പ്രഷറും ഉണ്ടാകും, എല്ലാ പ്രശ്നവും ഉണ്ടാകുമെന്നേ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. 1. 2, രക്ഷിക്കപ്പെട്ടെങ്കിലും വെള്ളറ തന്നെയല്ലേ ജീവിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്കും പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതാ രണ്ടാമത്തെ രക്ഷ. മൂന്നാമത് ഒരു രക്ഷയും കൂടെ ഉണ്ട്. പാപം എത്തി നോക്കാത്തൊരു സ്ഥലമുണ്ട്. പാപത്തിൻ്റെ ഒരു സ്വാധീന ശക്തിയും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക്, അതായത് പാപം ചെയ്യാൻ ഒരു സാഹചര്യവും ഒന്നെല്ലാം ഉണ്ടെങ്കിൽ സാധ്യതയില്ലാത്ത ഒരു ശരീരം നമുക്ക് തന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ മൂന്ന് രക്ഷയാണ് നടക്കേണ്ടത്. ആത്മരക്ഷ നടക്കണം, ജീവിതരക്ഷ നടക്കണം, ശരീരത്തിൻ്റെ രക്ഷ നടക്കണം. അതിനുശേഷം മൂന്നാമത്തെ കാര്യം, ലോകത്തിൻ്റെ ഭരണം കർത്താവ് ഏറ്റെടുക്കും. അപ്പോൾ ഒന്നുകൂടെ പറയും, ഇതൊക്കെ നമുക്ക് എല്ലാം പറയാനൊക്കത്തില്ല. ആദ്യത്തെ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഭൂതകാലമാണ്. അതായത് യേശുക്രിസ്തു ലോകത്തിൽ വന്നു, ക്രൂശിൽ മരിച്ചു, പിശാചിൻ്റെ തല തകർത്തു. ഭൂതകാലമാണ്. ഇനി ഒരിക്കലും അത് ആവർത്തിക്കപ്പെടില്ല. ഇനി ഡിസംബർ 25 കടലാസ് വിളക്കിൽ യേശു ജനിക്കില്ല. ഈ മാസം 25 ഏപ്രിൽ മാസം സിമെൻറ്റും കമ്പിയും കൂടെ നിങ്ങൾ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിൻ്റെ കുരിശിൽ ഇനി യേശു മരിക്കുകയില്ല. ഇനി യേശു ജനിക്കേണ്ടത് മുറ്റത്തല്ലച്ച, ഈ വീട് തന്ന നിങ്ങളുടെ ഉള്ളിലാണ് യേശു ജനിക്കേണ്ടത്. വെറുതെ ഈ മഞ്ഞകാലത്ത് യേശുവിനെ അല്പവസ്ത്രധാരിയായി മുറ്റത്തിട്ടിച്ച് നിങ്ങൾ നല്ല കമ്പിളിപ്പകം പുതച്ച് വീട്ടിനകത്ത് കിടക്കരുത്. യേശുവിനെ വീട്ടിനകത്തല്ല, നിങ്ങളുടെ ഉള്ളിനകത്തോട്ട് കയറ്റണം. ഇനി യേശു ജീവിക്കേണ്ടതും ജനിക്കേണ്ടതും മരിക്കേണ്ടതും നടക്കേണ്ടതും ഒക്കെ നമ്മുടെ കൈ പിടിച്ച് നടക്കുന്ന ദൈവമായിട്ടാണെന്നേ. ചുമ്മാ എല്ലാ കൊല്ലവും ഉണ്ണിയേശുവിനെ, ചിലർക്ക് എപ്പോഴും യേശു ഉണ്ണിയേശുവാണ്, എപ്പോഴും ഉണ്ണി. ഇതുവരെ യേശു ക്രിസ്തു LKG പോലും പോയിട്ടില്ല. 2000 കൊല്ലമായി ഇപ്പോഴും യേശു ഉണ്ണിയേശുവാണ്. യേശു ഉണ്ണിയേശു ഒന്നും അല്ലെന്നേ. ഇപ്പോൾ യേശു ക്രിസ്തു ആരോഗ്യദൃഢഗാത്രനായ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെന്നിട്ട് എങ്ങാണ്ട് പോയവനല്ലെന്നേ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ജീവനുള്ള ദൈവമായി വന്നിരിക്കുന്ന ദൈവമാണെന്ന് യേശു ക്രിസ്തു. അതൊക്കെയാണ് നമ്മുടെ ആ മൂന്ന് കാര്യങ്ങൾ. ഭൂതകാലമാണ്, നടന്നു കഴിഞ്ഞു, നടക്കില്ല ഇനി അത്. രണ്ടാമത്തെ മൂന്ന് കാര്യങ്ങൾ വർത്തമാനകാലമാണ്. ഇന്നും വിശ്വസിക്കുന്നവർക്ക് അവൻ മധ്യസ്ഥനാണ്. ഇന്ന് രാത്രി അവൻ പരിശുദ്ധാത്മാവിനെ നൽകും. ഇന്നും നിങ്ങൾക്ക് ആ വീട്ടിൽ മെമ്പർഷിപ്പ് എടുക്കാം. വർത്തമാനകാലമാണ്. അടുത്ത മൂന്ന് കൂട്ടം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യമാണ്. ആദ്യത്തെ മൂന്ന് കൂട്ടം കാര്യങ്ങൾ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ മൂന്ന് കൂട്ടം കാര്യങ്ങൾ വിശ്വസിച്ചാൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്ത മൂന്ന് കൂട്ടം കാര്യങ്ങൾ വിശ്വസിച്ചാൽ തേജസ്കരിക്കപ്പെടും. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖവരുള്ള അവസാനിപ്പിച്ചു. അതിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഒന്നാമത്തെ പ്രത്യക്ഷതയിലെ മൂന്ന് കാര്യങ്ങളാണ്. അതായത് യേശുക്രിസ്തു 2000 കൊല്ലം മുമ്പ് ലോകത്തിൽ വന്നു, ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് മാനവജാതിക്ക് ലഭിച്ച മൂന്ന് കാര്യങ്ങൾ. 1, പ്രവചനങ്ങൾ നിവൃത്തിയായി. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. 3, പിശാചിൻ്റെ തലയെ തകർത്തു. അപ്പോൾ രണ്ടാമത്തേതും മൂന്നാമത്തേതും പറയുന്നില്ല, പറയാൻ സമയമില്ല. വേറെ ആൾ നാളെ പ്രസംഗിക്കാൻ വരും. അപ്പോൾ ഇനി എങ്ങാനും മുട്ടച്ച കൺവെൻഷനൊക്കെ നടക്കുകയാണെങ്കിൽ, എൻ്റെ പേരെങ്ങാനും ഓർക്കുകയാണെങ്കിൽ, താല്പര്യം തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ മതി. എനിക്ക് സമയമുണ്ടെങ്കിൽ വരും, അത്രയേ ഉള്ളൂ. വന്ന് നമ്മൾ പ്രസംഗിക്കും, അതിൻ്റെ ബാക്കിയൊക്കെ പറയും. ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി, കഴിഞ്ഞ പ്രാവശ്യം ഇന്ന വിഷയമാണെന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വേറെ പ്രസംഗിക്കുകയും ചെയ്യും. അതൊക്കെ ഒരു സിഗ്നലാണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ഭാഗത്ത് കിടക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അതിന് 3 സാധ്യതകൾ. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. 9:30 പ്രസംഗം തീരും. 8 മണിക്കാണ് തന്നത്. 1.5 മണിക്കൂർ പ്രസംഗിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതിന് 9:30 പറഞ്ഞതെന്നാണെന്നറിയാമോ? 9:15 വാച്ചിട്ട് ആയിക്കൊണ്ട് അല്ലേലി എന്ന് പറയാതിരിക്കാനാണ് 9:30 പറഞ്ഞത്. അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. രണ്ടാമതൊരു കാര്യം, നമുക്ക് എഴുന്നേക്കാം, ഒരു പാട്ട് പാടാം എന്ന് പറയുമ്പം ഇവരൊരു പാട്ട് പാടും. ഏത് പാട്ടാണ്? സ്തുതി ചെയ്യും മനമേ, പഴയ പാട്ടല്ലയോ? അതിൻ്റെ ഒരു വരിയുണ്ടല്ലോ, മരണാധികാരിയായ ഘോരനാം, മറന്നുപോയോ? ഒക്കെ മറന്നു. സ്നേഹിക്കുന്നേ ആ പാട്ട് മാത്രമേ പറയത്തുള്ളൂ. പഴയ പാട്ട് മറന്നുപോയോ? ആ പാട്ട് മരണാധികാരി അറിയാമല്ലേ? ചെമ്മറഞ്ഞ് അറിയാം. വിദ്യാഭ്യാസമൊക്കെ യോശ ഞങ്ങളുടെ നിലമ്പൂരൊക്കെ പാടാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് പാടി നമുക്ക് ആരാധിച്ചു പോകണം. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, പാട്ട് പാടാന്ന് പറയുമ്പം ദൈവത്തെ ഓർത്ത് അന്നേരം താക്കോലും തപ്പി പുറകോട്ട് നോക്കി ഭാര്യയോട് പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകരുത്. ചില യോഗം തീരുമ്പോൾ പുറകോട്ട് നോക്കും, ഭാര്യ എവിടെ ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇവിടെ പോകാൻ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോകത്തില്ല. നിങ്ങളില്ലാണ്ട് വീട്ടിൽ ചെന്നിട്ടും കാര്യമില്ല, താക്കോല് നിങ്ങളുടെ കയ്യിലല്ലയോ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ആ പാട്ടും കൂടെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകണം. സ്തോത്രം. 9:05 മിനിറ്റ് പോലും മുന്നോട്ട് പോകത്തില്ല. അതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് നിർത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കുറച്ച് നേരത്തെ നിർത്താൻ പരമാവധി ശ്രമിക്കും കേട്ടോ. സന്തോഷത്തോടൊരു സ്തോത്രം പറ. എന്തോന്നിന് നേരത്തെ നിർത്താനുള്ള സന്തോഷം? ശരി, എന്തെങ്കിലും ആട്ടെ, സന്തോഷമുണ്ടല്ലോ. അപ്പം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. എന്താണ് ചില
മുഖവരകളിലേക്ക് പോകാം. ഇത് മുഖവരയാണ്. ഉറക്കെ എന്ന് പറഞ്ഞ് ടെറ്റൽസ്റ്റായി എന്നും പറഞ്ഞ പദം മത്തായിലില്ല, മർക്കോസിലില്ല, ലൂക്കോസിലില്ല. എവിടെയേ ഉള്ളൂ? യോഹന്നാനിൽ. എന്താ അതിൻ്റെ കാര്യം എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. ഇതൊന്നും നമ്മൾ അറിയാൻ മേലാത്ത കാര്യമല്ലെന്നേ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും മാത്രമേ ഉള്ളൂ. അറിയാൻ മേലാത്തവർക്ക് ഒരു അറിവ് പകരത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 3 സുവിശേഷങ്ങളിൽ ഇത് പറയുക? ഇതിനകത്ത് മാത്രം പറഞ്ഞ് ഉറക്കെ പറഞ്ഞു എന്ന്. ഈ മറ്റു സുവിശേഷങ്ങൾ പറയുന്നത് പിന്നെ ഉറക്കെ അല്ലേ, ഇവിടെ നിവൃത്തിയായി. ആ വ്യത്യാസമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ്? മറ്റു 3 സുവിശേഷങ്ങൾ എന്തോ പറഞ്ഞിരിക്കുന്നു? ഉറക്കെ നിലവിളിച്ചു. ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നു? നിവൃത്തിയായി. ഇതിനകത്ത് ഏതാ ശരി എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അല്ലേ? ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണോ പ്രാണനെ വിട്ടത്, അതോ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണോ പ്രാണനെ വിട്ടത്? രണ്ടും ശരിയായിരിക്കും ചിലപ്പോൾ. പിന്നെ ഈ ദൂരെ നിൽക്കുന്നവർക്ക് ഒരു നിലവിളിയുടെ ശബ്ദം കേട്ട് കാണും അല്ലേ, യേശു ഉറക്കെ പറഞ്ഞപ്പോൾ. അടുത്ത് നിൽക്കുന്നവർക്കോ നിലവിളിയല്ലായിരുന്നു, നിവൃത്തിയായി എന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. തെളിയിക്കാം. നമ്മുടെ സുവിശേഷ യോഗം എത്ര മനോഹരമാണ്, നല്ല സൗണ്ട് സിസ്റ്റം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിനി ഉറക്കെയൊക്കെ പറയുമ്പം പെട്ടെന്ന് കുറച്ചേക്കരുത് എന്നും കൂടെയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പൊക്കോട്ടെ, നല്ല സൗണ്ട് സിസ്റ്റം. അപ്പം നമ്മൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു, ആരാധനയ്ക്ക് സമയം കണ്ടെത്തി, അന്യഭാഷയൊക്കെ പറയുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ദൂരേന്ന് കേൾക്കുന്നവർക്ക് ഈ പാട്ടൊക്കെ മനസ്സിലായി. അവസാനം പറഞ്ഞല്ലോ, മനസ്സിലായോ? ഇല്ല. അന്നേരം അവർ പറയുകയാണ്, ഭയങ്കര ബഹളമാ ബന്ധിക്കുസ് ദൈവത്തിന്, എന്നാ മുടിഞ്ഞ ഒച്ചപ്പാട്. സത്യമാ, നുണയല്ലെന്ന്. ഇത് നമുക്ക് മനസ്സിലാകാത്തന്നെന്നറിയാമോ? നമ്മൾ ഇതിനകത്തായിപ്പോയതുകൊണ്ടാണ്. നമ്മളൊരു 500 മീറ്റർ ദൂരെ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാ ബഹളം നമുക്കും തോന്നിപ്പോവും. സത്യമാണ്. അപ്പം അന്നും ഇന്നും ദൂരെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഇതൊരു ഒച്ചപ്പാടാണെന്നേ. പക്ഷേ അകത്ത് വരുന്നവർക്ക്, അടുത്ത് നിൽക്കുന്നവർക്ക് ഇത് ഒച്ചപ്പാടല്ല, ഇതൊരു വെളിപ്പാടാണ്. ആദ്യത്തെ ഒരു സന്ദേശം നാട്ടുകാർക്ക് തരികയാണ് കേട്ടോ. ആരെങ്കിലും യോഗം വെക്കുമ്പം, പെന്തക്കോസ്തരൊക്കെ വെക്കുമ്പം ഗ്രൗണ്ടിലെങ്ങാനും ചെന്നാൽ പാസ്റ്ററിൻ്റെ കണ്ണിൽ പെട്ടാൽ നാളെ മുതൽ വീട്ടിൽ വരും, ഒഴിയബാധയായിട്ട് പുറകെ നടക്കും, പിന്നെ മുക്കിയേച്ചേ വിടത്തുള്ളൂ എന്നും പറഞ്ഞ് യോഗത്തിന് വരാതിരിക്കരുത്. സ്തോത്രം. ഇത് അകലെ നിന്നാൽ മനസ്സിലാവുന്ന കാര്യമല്ല കുഞ്ഞെ. എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ വരണം. അതുകൊണ്ട് എന്തെങ്കിലും ഗ്രഹിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിലും വചനത്തിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തണം. സ്തോത്രം. പിന്നെ ഉറക്കെ, അതെന്താണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ ഭാഷ? എങ്ങനെ പതുക്കെ പറഞ്ഞാൽ മതി. ഒന്നാമത് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് ഞെക്കിയാൽ ശരീരവാദനയല്ലേ കേൾക്കുക. എന്തോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ നേരത്തെ പാട്ട്, നേരത്തെ ഏത് പാട്ടാ, ഏതാ ബീറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അതനുസരിച്ച്. അല്ലാണ്ട് ചുമ്മാ ഒരാൾ പാടാൻ വന്നാൽ പിന്നെ ചോദിക്കേണ്ടി വരും, ഏതാ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാതെ ഒക്കത്തുള്ളൂ. നമുക്കെന്ന് പറഞ്ഞിങ്ങനെ ഈ പിന്നെ ഉറക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ഒരു ഇതൊക്കെ നമുക്ക് വരത്തുള്ളൂ. അതൊക്കെ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞൊന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉറക്കെ ആയിപ്പോകുന്നതാണ്. മനഃപൂർവ്വമല്ല നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനും ഇതിനകത്ത് 30 തുപ്പലം നിറയ്ക്കാനൊന്നും അല്ലെന്നേ. ഈ ചില കാര്യം പറയുമ്പോൾ പിടിവിട്ട് പോവുകയാണ്. ഈ പതുക്കെ പറയാൻ ഒക്കുന്നില്ല. അതെന്താണെന്ന് പറയാം. സഖാവ് EMS നമ്പൂതിരിപ്പാട്, ഈ മെസ്സേജ് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സഖാവ് EMS നമ്പൂതിരിപ്പാട് അറിയാമല്ലോ. അദ്ദേഹം ഒരു കാൽനട പ്രചരണ ജാഥയ്ക്ക് സംസാരിക്കുവാൻ വേണ്ടി തൻ്റെ അംബാസഡർ കാറിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു സിറ്റി വന്നപ്പോൾ ജാഥ പോകുന്നു, കാർ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുക. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരു ഉപദേശി എന്ന് പ്രസംഗിക്കുന്നു കേട്ട്, ഒരു ഉപദേശി എന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ ഉപദേശിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ വഴിയരികെന്ന് പ്രസംഗിക്കുന്ന ഉപദേശിവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മൈൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്നാ കാര്യം? അവർക്ക് ഫുൾപിറ്റൊന്നുമില്ല, മൈക്കൊന്നുമില്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, ഇവിടെ അത് ഏത് കൊടി കെട്ടിയ കൺവെൻഷൻ പ്രസംഗനേക്കാൾ നല്ല സുവിശേഷ പ്രസംഗൻ കാവലയിൽ പ്രസംഗിക്കുന്നവരാണ്. അവരെ ആരും മാനിക്കാനുമില്ല, സ്നേഹിക്കാനുമില്ല, ആരുമില്ല. ഈ സ്റ്റേജ് ഉണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ഇന്നാളെൻ്റെ ആൾ കുറഞ്ഞെന്നും പറഞ്ഞ് തിരിച്ചു പോയി എന്ന് കേട്ടു. എൻ്റെ പൊന്നോ, ഇവരെ നമ്മൾ സൂര്യയുടെ വേലക്കാരെന്നാണ് വിളിക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറയാം. അപ്പം ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു ഉപദേശി കവല എന്ന് പറഞ്ഞു. ഞാൻ കവല കഥാപ്രസംഗമായിരുന്നു എനിക്ക് പണ്ട് എൻ്റെ അപ്പൻ്റെ കലാവിധി. അവിടെ കവല കാണുമ്പോഴെല്ലാം എനിക്കൊരു അരപ്പിരിയ എന്നേല് വിളിച്ച് പറഞ്ഞതെന്ന് ആഗ്രഹം. അപ്പോൾ കേരളത്തിൻ്റെ 465 സിറ്റികളിൽ ഞാൻ നടന്ന ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ 29 സ്റ്റേറ്റിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്.
ഒരാഗ്രഹം കൊണ്ട് പോകുന്ന, ആരും വിളിച്ചേച്ച് പോകുന്നൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളി എന്നെ വലിയ പ്രശ്നം അങ്ങനെ 29 സ്റ്റേറ്റും വിളിച്ചിട്ട് പോയതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്ന. സ്വോത്രം. ഏകദേശം 10.5 ലക്ഷം ആളുകളുടെ കയ്യിൽ ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ കൈ കൊണ്ട്. നിങ്ങൾ മിണ്ടാത്ത നിങ്ങൾ 21 ലക്ഷം ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ തോറ്റു. അപ്പോൾ അങ്ങനെ കവല കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റാണ് യേശുവിനെ പ്രസംഗിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ സഖാവ് നോക്കിയപ്പോൾ ഒരു ഉപദേശിങ്ങനെ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു. ഉള്ളിൽ നോക്കിയപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ കവലപ്രസംഗരെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? പുച്ഛത്തോടെ കാണുന്നത്. പുച്ഛം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു വാക്ക് സുകുമാർ അഴിക്കൂട് സാറ് പറഞ്ഞതാണ്, പുഞ്ഞം. കേട്ടിട്ടുണ്ടോ? പുഞ്ഞം. പുച്ഛവും പുഞ്ഞവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളിങ്ങനെ കവലയെ പ്രസംഗിക്കുമ്പം ഞങ്ങളുടെ അടുത്തുകൂടെ ചില ആളുകൾ പോകും, ഇങ്ങനെ ഒന്ന് നോക്കിച്ചു പോകും. അതിൻ്റെ പേരാണ് പുച്ഛം. ജസ്റ്റ് ഒന്ന് നോക്കുക, അതിന് പുച്ഛം. ഒരു 50 മീറ്റർ മാറി എന്ന് വെച്ചാൽ ശരിക്കും നോക്കി നിൽക്കും. ഊളൻ, വട്ടൻ, ഭ്രാന്തൻ, ഇവന് വേറെ പണിയൊന്നും ഇല്ല, നട്ടപ്ര വെയിലത്ത് വേറെ അതിൻ്റെ പേരാണ് പുഞ്ഞം. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇപ്പം രണ്ടും അനുഭവിക്കുന്നില്ല ഈ കവലപ്രം. നമുക്കിവിടെ എന്നാ സെറ്റപ്പാന്ന് നോക്കി കണ്ട് ഒരു ബറ്റാലിയൻ സറാഫുകൾ നിൽക്കുന്നു, ഇപ്പുറത്തെ പ്രൊഫഷണൽ സിംഗേഴ്സ് നിൽക്കുന്നു. ട്രിവാൻഡ്രം കലാകാരന്മാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാ കലാകാരന്മാർ, എന്നാ അനുഗ്രഹിക്കപ്പെട്ട സദസ്സ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പ്രസംഗം വരത്തുള്ളൂ. കവലപ്രസംഗർക്ക് ഇതൊന്നും ഇല്ലെന്നേ. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഈ EMS ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ ഉപദേശിക്കാൻ ആവേശം കൂടി. പുള്ളി നോക്കിയപ്പോൾ ഒരാളെ കേൾക്കാനുള്ളൂ. ഇങ്ങനെ ആരാതൊന്നും പുള്ളിക്കറിയത്തില്ല. വയസ്സായി ഉപദേശിയില്ല. നമ്മളാണെങ്കിൽ പറയും ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ ഇടാങ്കടത്തിൻ്റെ വീതിയിലിറങ്ങി പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളത്തും. ഉപദേശിക്കുന്നവർ ഒരു വയസ്സായവൻ EMSൻ്റെ മുഖത്തൊക്കെ നല്ല കറ തീർന്ന സുവിശേഷം പറഞ്ഞു. ജാഥയുടെ ബ്ലോക്ക് കഴിഞ്ഞു, കാറ് മുന്നോട്ട് പോയി. അദ്ദേഹം അടുത്ത ചിന്ത എന്ന് പറയുന്ന വാരികയിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ചരിത്രപരമായൊരു വാചകം സഖാവ് EMS നമ്പൂതിരിപ്പാൻ്റെ തൂലിയിൽ നിന്ന് ഉതിർന്നു വീണു. ആ വാക്കിങ്ങനെയാണ്: ക്രിസ്തു എന്നത് സത്യമത്രയെ സങ്കല്പമത്രയെ തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾക്കൊക്കെ 4 അക്ഷരം അനർഗളമായി സംസാരിക്കണമെങ്കിൽ, ഇടതടവില്ലാതെ സംസാരിക്കണമെങ്കിൽ കാൽനട പ്രചരണ ജാഥ കവലയിൽ അവസാനിക്കണം. ഹരാർപ്പണങ്ങൾ കൊണ്ട് തല കുമ്പിടണം. അതെല്ലാം മാറ്റിക്കളഞ്ഞ് സ്റ്റേജിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇൻകിലാബ് സിന്ദാബാദിൻ്റെ വിളികൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അന്തരീക്ഷത്തിൽ ഇടിമിന്നൽ കണക്കെ വരുമ്പോഴാണ് ഞങ്ങളുടെ സിരകളിൽ ആവേശം നിറയുന്നതും ആളുകളെ അമ്പരപ്പിക്കുന്ന അനർഗളമായ പ്രസംഗങ്ങൾ നടത്തുവാൻ ശേഷിയുണ്ടാകുന്നതും. പക്ഷേ ഒറ്റയാൾ കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവൻ പുച്ഛ മനോഭാവത്തോടെ പോയിട്ടും നട്ടപ്പുറ വെയിലത്തൊരു പന്തൽ പോലുമില്ലാത്തൊരു ഉപദേശി ഇത്ര കൃത്യമായി തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഉറക്കെ യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ യേശുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അയാളുടെ ഉള്ളിൽ ഉറച്ചു പോയൊരു സത്യമില്ലെങ്കിൽ ഇത്ര ഉറക്കെ പറയാൻ തൻ്റെ ഇടമുണ്ടാകത്തില്ല. ഒരു സർക്കാരുകളൊക്കെ മാറിപ്പോകുമ്പോൾ 548 പേരുടെ തലയെടുത്ത ഭരണ സംവിധാനങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ഏകദേശം 10-16 കോടി ആളുകൾ ക്രൂശിൻ്റെ ചുവട്ടിൽ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ടെങ്കിലും ഒരു പ്രതിഭാസത്തിൻ്റെ ആഭാസത്തിൻ്റെ സമരങ്ങൾക്കും ഇന്ന് വരെ ഞങ്ങൾ പെന്തക്കോസ്തുകാർ രംഗത്തിറങ്ങിയിട്ടില്ലെങ്കിലും ഇന്നും അർക്കപ്പെടുവാനുള്ള യാഗങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കാണ് മറ്റുള്ളവർ മുൻഗണന കൊടുത്തിരിക്കുന്നെങ്കിലും ഒരു ഭയവുമില്ലാതെ ഏത് കവലയിലും ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലും ഇത്ര സധൈര്യത്തോടെ ഞങ്ങൾ വിളിച്ചു പറയാൻ കാരണം ഞങ്ങൾ പറയുന്നൊന്നും സാങ്കല്പികമല്ല. ഇതൊരു സത്യമാണ്. ഇത് മാത്രമാണ് സത്യമെന്നും കൂടെ കടത്തിപ്പറയുമ്പോഴാണ് സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടുന്നത്. ഉറക്കെ എന്തിനു പറയണം? ഞാൻ ചിലപ്പോൾ പറയും ദൈവനാമത്തിന്റെ മുഖത്തോട്, അപ്പോൾ അവർ കേൾക്കുന്നില്ല. ദൂരെയുള്ളവരെ കേൾക്കാനാണ് ഉറക്കെ പറയുന്നേ. അപ്പൊ യേശു എന്തിനാണ് ഉറക്കെ പറയുന്നത്? ദൂരെയുള്ളവർ കേൾക്കാനാ. എന്ത് ദൂരം? 3 ലോകങ്ങൾ കേൾക്കാനാണ്. ഏതാ 3 ലോകം? കെനോട്ടിക് പാസേജ് എന്ന വേദശാസ്ത്രം വിളിക്കുന്ന ഒരു വേദഭാഗമുണ്ട് ബൈബിളിൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6, 7, 8, 9, 10, 11. ആദ്യത്തെ 3 വാക്യത്തിലാണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന 7 പടികൾ കൊടുത്തിരിക്കുന്നത്. താഴ്ചയുടെ 7 പടി. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. ശ്രദ്ധിക്കൂ, തുടങ്ങുന്നവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല.
അടുത്തത് മരണത്തോളം. എല്ലാവരും മരിക്കുമല്ലോ, പക്ഷേ ക്രൂശിൽ മരിച്ചതുപോലെ ഇത്രയും താഴോട്ടിറങ്ങി ഇനി ഒരിക്കൽ മരിക്കാനുമില്ല. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഒരാൾ ഇരിക്കാനില്ല. ഇത്രയും ഉയർത്തിരുന്ന ഒരാൾ ഇനി ഇതിൽ താഴാനുമില്ല. അടുത്തത്, ഇത്രയും ഉയരത്തിലിരുന്നവൻ ഇത്രയും താഴോട്ട് വന്നുകൊണ്ട് ദൈവം ഉയർത്തിയപ്പോൾ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തിയെന്നേ. സ്തോത്രം. എന്നിട്ട് പറയാ സ്വർലോകരുടെയും, ബാക്കി നിങ്ങൾ പറഞ്ഞ് ഭൂലോകരുടെയും. അടുത്ത് പറഞ്ഞ് പഠിക്കണം. 2-ാം നൂറ്റാണ്ട് മുതൽ സഭായോഗങ്ങൾക്ക് വീടുകളിൽ ആളുകൾ പോകുമ്പോൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കാണേത്. ഇത് പഠിക്കാത്തതുകൊണ്ടാണ് ഇന്നലെ പാഷ പറഞ്ഞില്ലേ ഇവിടെ ആരാണ്ടായിരുന്നു, ഇത് പഠിക്കാത്തതുകൊണ്ട് ഈ കൊല്ലക്കൊടി സൂചി വെക്കാൻ ആളുകൾ വരുന്നത്. മനസ്സിലായി? നമ്മളിവിടെ കഷ്ടപ്പെട്ട് യോഗം നടത്തുക. അപ്പോൾ അതിനിടയിൽ വോട്ട് പറയാനുള്ളൊക്കെ പറഞ്ഞല്ലോ. സ്തോത്രം. അപ്പോ സ്വർലോകരുടെയും. യേശുവിൻ്റെ 3 പേരുകൾ അവിടെയുണ്ട്. യേശു, ക്രിസ്തു, കർത്താവ്. യേശു ആരാ? 2000 കൊല്ലം മുമ്പ് ലോകത്തിൽ ജനിച്ചു ഇവിടെ 33 വർഷം ജീവിച്ച യേശു. ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു. ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ട നാമമാണ് യേശു. യഹൂദൻ യേശു വരുമെന്നല്ല വിശ്വസിക്കുന്നത്, മശിഹ വരും, ക്രിസ്തു, അഭിഷിക്തൻ. സ്വർഗോദത്തിൽ യേശുവിൻ്റെ പേര് യേശു എന്നല്ല, ക്രിസ്തു എന്നുമല്ല. കർത്താവ്, എൻ്റെ കർത്താവിനോട്. അപ്പം 3 പേര് എവിടെ പറയുന്നത്? ഭൂലോകത്തിലെ യേശു, അധോലോകത്തിലെ ക്രിസ്തു, സ്വർലോകത്തിലെ കർത്താവ്. ഇന്നലെകളിലെ യേശു, ഇന്നത്തെ ക്രിസ്തു, വരാനുള്ള കർത്താവ്. 3 ലോകത്തിൻ്റെ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് എല്ലാ നാവും മുഴങ്കാലും മടങ്ങുകയും. അവിടെയൊക്കെ നിൽക്കണം. പക്ഷേ ഇതിലേക്ക് വരണം. ഒന്നുകൂടെ ഒറ്റ വാചകത്തിൽ പറഞ്ഞു വിടുകയാണ് ഞാൻ. നമ്മുടെ സ്തുതികൾക്കും സ്തോത്രത്തിനും ഇത്ര ശക്തി ഉണ്ടാകുന്ന കാര്യം എന്നാണെന്ന് ലോകം അറിയണം. 3 ലോകം മുഴങ്കാൽ മടക്കുന്നൊരു നാമം. 3/4 ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് 3-4 പേർ മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന ഒരു കുട്ടി ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന് മുമ്പിൽ ഇരിക്കുന്ന അവഹേളനമല്ല, അന്തസ്സാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തന്ന 2 കരവും ചേർത്തടിച്ചാൽ എത്ര ശബ്ദം കിട്ടുമോ അത്രയും ശബ്ദത്തിൽ പറയണം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവജാതിക്ക് രക്ഷപ്പെടുവാൻ വേറെ നാമം ദൈവം നൽകിയിട്ടില്ല, യേശു മാത്രം കർത്താവെന്ന് പറയണം. യേശു സ്വർഗത്തിലേക്ക് നോക്കിച്ച് പറഞ്ഞു, പിതാവേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. ഒന്ന് മാറ്റി വെച്ചു. 2, ഈ ഭൂമിയിൽ വെള്ളറട, കേരളം, ഇന്ത്യ, ഏഷ്യ, ലോകം മുഴുവൻ ജനങ്ങളോടും യേശു നോക്കിച്ച് ഭൂമിയിൽ ഉള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ നെറ്റിയിൽ പാപത്തിന്റെ ശമ്പളം ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചപ്പോൾ താഴെ ഒരു സെമിക്കോളം കൂടി ഇട്ടേച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപാവരമോ ഇന്ന് മുതൽ മരണാധികാരിയായി പിശാചേ നീ മനുഷ്യനെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച ആ ടേപ്പ് ഞാൻ വലിച്ചു കീറിയിരിക്കുന്നു, മരണാധികാരത്തെ ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്പർ 1, ഒന്നാമത്തേലേക്ക് വരാം. ചിലപ്പോൾ സ്പീഡ് കൂടും സമയത്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പിതാവേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. നല്ല ശാന്തമായിട്ട് വായിച്ചാൽ മതി, മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ. പതുക്കെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. മതി, അത്രയും മതി. നമുക്കതൊക്കെ ഒത്തിരി പഠിക്കാനുള്ള ഒരു വേദഭാഗമാണ് കേട്ടോ. ഞാനിങ്ങനെ പറയും, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എബി എബ്രഹാം പാഷ അറിയുമല്ലോ പലരും ഇല്ലേ, വളരെ മനോഹരമായൊരു ക്ലാസ് അദ്ദേഹം മോർണിംഗ് സെക്ഷനിൽ എടുക്കുന്നുണ്ട്. കൺവെൻഷനൊക്കെ പറയാമോ എന്നറിയില്ല. ഒരു വചനം പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്. 1000 ക്ലാസ്സുകൾ പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എബ്രാ ലേഖനമാണ് പഠിപ്പിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ പൂനെ ഫെലോഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 7 മണിക്കുള്ള മോർണിംഗ് ക്ലാസ്സിൽ കയറിയാൽ വളരെ മനോഹരമായ ബൈബിൾ സ്റ്റഡിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വാക്യത്തിലേക്ക് വരാം. ദൈവം പണ്ട് ഭാഗമായിട്ടും മതി, മോള് വാക്യങ്ങളുടെ വായിച്ച് ഞാൻ കേട്ടെ, ഇനി ഇവർ പറയാൻ വേണ്ടിയിട്ടാ. ദൈവം പണ്ട്
അത് ശരി. നോക്കിയാണോ കാണാതെ പറയുന്നത്? എൻ്റെ മുഖത്തോട്ട് നോക്കിച്ച് പറ. നോക്കി കാണാതെ പറയാൻ ആർക്കാ പറ്റുകയില്ലാത്ത. ദൈവം പണ്ട് ഭാഗമായി, അടുത്തത് വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് മുന്നോട്ട് പോകാം. ദൈവം പണ്ട് എങ്ങനെയായിരുന്നു ഭാഗം? ഈ ഭാഗോടമ്പടി ചെയ്യുമ്പോഴേ ഈ വാക്കൊക്കെ നോക്കുന്നത് ഇല്ലേ? ദൈവം പണ്ട് ഭാഗം വിവിധം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നാ നല്ല അർത്ഥമെന്നറിയാമോ? പഴയ നിയമത്തിൽ 39 പുസ്തകത്തിലും ആരുണ്ട്? യേശു ഉണ്ട്. ഇപ്പോഴത്തെ ഉപദേശങ്ങളൊക്കെ ഭയങ്കര രസമാണ്. കുറേ കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. സങ്കീർത്തനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അതിപ്പോൾ സങ്കീർത്തനങ്ങളൊന്നും വായിക്കാറില്ല. ആവശ്യമില്ലെന്ന് പറയരുത്, വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വായിക്കേണ്ട. സുവിശേഷങ്ങളൊക്കെ വായിക്കുന്ന നല്ല കാര്യമാണ്. പിന്നെ വായിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോഴും സങ്കീർത്തനം വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്നവരുണ്ട്. 45-ാം സങ്കീർത്തനമൊക്കെ എല്ലാ കല്യാണത്തിനും വായിക്കുന്നത് ഇപ്പോഴും ഏതാണ്ടൊക്കെ വായിക്കുന്നത് ചില അക്ഷരം. അപ്പോൾ എനിക്ക് വായിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന്. അപ്പോൾ പഴയ സങ്കീർത്തനമൊന്നും ആവശ്യമില്ല, പഴയമ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. കുറേ കൊല്ലം മുമ്പ് ഒരാളിങ്ങനെ പറഞ്ഞു കേട്ടു എന്നാണ് ഞാൻ കേട്ടത്. എന്നോടൊരാൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി സൂപ്പർ, ഇപ്പോഴത്തെ സ്റ്റൈലാണ്, യേശുവിൻ്റെ സ്റ്റൈൽ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമം വേണ്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് പുതിയ നിയമം വേണ്ട. എന്താണ് എൻ്റെ കാരണം കൂടെ കേൾക്കണം. നമ്മൾ അപ്പോസ്തോലിക സഭയാണ്. ആരുടെ സഭയാണ്? അയ്യോ, അവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. ഇപ്പം അപ്പോസ്തോലിക സഭയാണ്. എങ്ങനെ അപ്പോസ്തലന്മാരുണ്ടാവുന്നൊക്കെ നമ്മൾ പഠിക്കണ്ടായോ? അപ്പോസ്തലിക സഭയാണ്. നമുക്ക് അപ്പോസ്തലന്മാർക്കിടെ കയ്യിൽ ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അനന്യാസ് അവരൊക്കെ വരുമ്പം ആത്മാവിലാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ബൈബിളൊന്നും വേണ്ടതേ, നമുക്ക് വെളിപ്പാടുള്ളതായിരിക്കണം സഭ. ഇത് പറഞ്ഞപ്പോഴേക്കും ഒരറ്റം മുതൽ മറുവറ്റം വരെ കയ്യടിയും അന്യഭാഷയും ഭയങ്കര ബഹളവും ആയിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കേട്ട കാര്യം ശരിയല്ലെങ്കിൽ വിട്ടേക്കാത്രയോ. എന്നോട് ഈ പറഞ്ഞ പുള്ളി ചോദിച്ചു, പാസ്റ്റർ എന്തോ പറയുന്നു, പഴയമം വേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പുതിയമം വേണ്ടെന്ന് ഇങ്ങനെ പറയുന്നു, എന്തോ പറയുന്നു. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞവനെയും നമുക്ക് വേണ്ട. ഇനി അതിൽ കൂടുതൽ വല്ലതും പറയാനുണ്ടോ പാസ്റ്റർ? എനിക്കറിയാമല്ല. ഇവരൊക്കെ വേണോ നിങ്ങൾ ആരായി തീരുമാനിക്കുന്നത്? പഴയമോ പുതിയമോ വേണ്ടെന്ന് പറഞ്ഞ് ഒന്നാമത് പഠിക്കാൻ സമയം കണ്ടെത്തണം ഇല്ലേ? പഠിക്കാൻ സമയമില്ല, അതായി പ്രശ്നം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഇന്ന് പഠിച്ചാൽ സമയം കിട്ടും, നേരമില്ല. ഇപ്പം ആരാണ്ട് പറയുന്നത് കേട്ടു, അതും ഞങ്ങൾ തിരുത്തിയത്. ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് പഠിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും. അതാ ഈ ഉപദേശപേശകളൊക്കെ വരുന്നതേ. യേശുക്രിസ്തു എന്താ പറഞ്ഞേ? സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് ഉണ്ടോ? ഈ പുതിയ ആരംഭിക്കുന്നതിന് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കണ്ടോ? അബ്രഹാം മുതൽ യേശുക്രിസ്തുവിൻ്റെ 42 തലമുറ, അവിടെ നിന്ന് ആദാം 20, 62 തലമുറകൾ. 20 പറഞ്ഞിട്ടില്ല, പറഞ്ഞേച്ചാണ് യേശുവിൻ്റെ കാര്യം പറയുന്നത്. ദാവീദ് പുത്ര കണ്ടോ? അവിടെ നിന്നവിടെ സ്വിച്ചിട്ടതുപോലെ. പഴയമത്തിൽ പണ്ടത്തെ ഒരു ഞാൻ ഈ ഉപദേശിമാരുടെ പുറകെ നടന്നാണ് ഉപദേശിപ്പണി പഠിച്ചത് കേട്ടോ പണ്ടൊക്കെ. അങ്ങനൊരു ഗുണമുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഉപദേശിമാരും കാര്യം നമുക്ക് ഈ BTH BD MD ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ BTH BD ഒക്കെ നല്ലതാണ്, എന്നാലും തീപ്പെട്ടിയും കൂടി ഉള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഇതൊക്കെ വേണമെന്നേ വേണ്ട. ഞങ്ങളും കോളേജ് നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഭാഷന്മാരൊക്കെ ഒന്നാ പഠിക്കുന്നതൊക്കെ വേണം. പക്ഷേ പണ്ടത്തെ ഉപദേശിമാരുടെ കയ്യിൽ അവരുടെ കയ്യിൽ BTH BD ഇല്ലെങ്കിലും തീപ്പെട്ടിയുണ്ട്. ഒരച്ച കത്തും. അതലേക്ക് വെച്ചാൽ ഭൂതങ്ങൾ പുറത്താകും, രോഗികൾ സൗഖ്യമാകും, എന്നൊക്കെ അത്ഭുതങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു ഉപദേശിയുടെ പുറകെ നടന്ന ഉപദേശിപ്പണി പഠിച്ച് അതിൻ്റെ ഗുണമുണ്ട്. അതിൻ്റെ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയത്തില്ലല്ലോ. ഞാൻ പറയും, ഈ ക്ലീനറായി നടന്ന് ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. അറിയാം, അയാൾ ബോണറ്റ് പൊക്കി ഏതിലൊക്കെ വയറൊക്കെ കടിച്ച് കൂട്ടിമുട്ടിച്ച് 4 പേരെ വിളിച്ച് ഉന്തിത്തള്ളി വീട്ടിൽ കൊണ്ടുപോകും. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് അവിടെ ആണെന്ന് പോലും ഇതുവരെ ഇയാളുടെ ഇത് മാത്രമേ ഉള്ളൂ. ക്ലച്ചും ബ്രേക്കും ആ പുള്ള കാലയിലായിരുന്നേ, ഒന്നും അറിയത്തില്ലെന്നേ. അപ്പം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഏതേലൊക്കെ ഉദ്ദേശിമാരുടെ പുറകെ കടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്ക്. സ്വത്രം. അപ്പോൾ ഞങ്ങൾ ഈ ഉദ്ദേശിമാരൊക്കെ ചോദിച്ചപ്പോൾ ഉദ്ദേശിയൊക്കെ പറഞ്ഞ ഉപമകൾ, ഉദാഹരണങ്ങൾ ഭയങ്കര ഗംഭീരമാണ്. പണ്ടത്തെ ആളുകളുടെ കയ്യിൽ എന്നോ ഉദാഹരണമെന്നറിയാമോ? ഇപ്പോഴാളേലും ഉദാഹരണം ഇവർ പറയും ദൈവാത്മാവ് അങ്ങനെ പറഞ്ഞു. ഏതാത്മാവാന്ന് നടക്കുന്നത്? പണ്ട് നല്ല ഒന്നാമതൊരു ഉദാഹരണമാണ്. അദ്ദേഹം എന്നോടൊരു ഉദാഹരണം പറഞ്ഞു. ചോദിച്ചവരാണ്,
ഞാനന്ന് കൊച്ചുപദേശി, പുള്ളി വലിയ ഉപദേശി, അങ്ങനെ വലിയ പാസ്റ്റർ, കൊച്ചു പാസ്റ്റർ, അങ്ങനെയൊക്കെ സഭക്കാരെന്ന് വിളിക്കുന്നത്. ഇന്നിപ്പോൾ കൊച്ചു പാസ്റ്റർ എന്നൊക്കെ വിളിച്ചാൽ അവൻ്റെ ഇടപാട് കഴിഞ്ഞ് ഒന്നു ഇപ്പം നമ്മൾ പറഞ്ഞ കർത്താവിൻ്റെ വലിയ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അയ്യോ പ്രശ്നമാണ് ആട്ടെ. അപ്പോൾ പറഞ്ഞു യോശുവ, ഒരു വീട് വിട്ട് നമ്മൾ പോയി. അപ്പോൾ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോകണം, അല്ലെങ്കിൽ തന്നെ കറണ്ട് കാശ് കൂടുതലാണ്. അപ്പോൾ തിരിച്ചു വരുമ്പം ആദ്യം മെയിൻ സ്വിച്ച് ഓൺ ചെയ്യും. അതിനർത്ഥം ആ വീട്ടിലോട്ട് കറണ്ട് വന്നു എന്നാണ്. അത്രേ അർത്ഥമുള്ളൂ, അല്ലാതെ എല്ലാ ബൾബും തെളിഞ്ഞു എന്നല്ല. ആണോ? അല്ല. ബെഡ്റൂമിൽ തെളിയണമെങ്കിൽ സ്വിച്ച് ഇടണം, ടോയ്ലറ്റിൽ അവിടുത്തെ സ്വിച്ച് ഇടണം, കിച്ചണിൽ അവിടുത്തെ സ്വിച്ച് ഇടണം. ഉപദേശിമാരുടെ ഭാഷയായിട്ട് കടമെടുത്ത് പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയുക. അദ്ദേഹം പറഞ്ഞു, സഹോദരാ, ബൈബിളിൽ പഴയ എല്ലാ പുസ്തകത്തിലും യേശു എന്ന വെളിച്ചം ഉണ്ട്. പക്ഷെ എല്ലാ പുസ്തകത്തിലും ഒരു സ്വിച്ച് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വന്നിട്ട് ഇങ്ങനെ ഞെക്കണം. അപ്പോൾ ഒരു ബൾബ് തെളിയും, സ്ത്രീയുടെ സന്തതി. എന്താ? പുറപ്പാട് 12:4 വന്നിട്ട് അടുത്ത സ്വിച്ച് ഇടണം. അപ്പോൾ പറയും പെസഹ കുഞ്ഞാട്. എന്താ? നിങ്ങൾ പറയും പോരട്ടെ, എല്ലാ റെഫറൻസും സൗകര്യമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾ വായിച്ചു. ഇതൊരു സാമ്പിൾ തന്നിരിക്കുക, ഈ ബാക്കിയൊക്കെ പോയി എന്ത് ചെയ്യണം? റെഫറൻസോ കണ്ടുപിടിക്കും. ഞാനും മുഴുവൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ലേവ്യ പുസ്തകത്തിൽ 7 വിധമായ യാഗങ്ങൾ 5 ഉള്ളൂ. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗം, കരപൂരണ യാഗം, അടക്കം 7. അതിൻ്റെ നിറപൊരുളാണ് ക്രിസ്തു. സംഖ്യാപുസ്തകത്തിലോ അടിക്കപ്പെട്ട പാറ. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ, യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപൻ, രൂത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18 ന്യായാധിപന്മാർക്ക് മീതെ നിയമം 14 ഉള്ളൂ. ശമൂവേൽ, ഏലി, യോവേൽ, അബിയാവ്, അങ്ങനെ 18 എന്ന് പറയുന്നു. അവരൊക്കെ ന്യായാധിപന്മാരായിരുന്നു പറയുന്നത്. ആ ന്യായാധിപന്മാർക്ക് മീതെ ന്യായപാലനം ചെയ്യുന്ന ന്യായകർത്താവ്. രൂത്തിൽ കർത്താവ് വീണ്ടെടുപ്പുകാരനാണ്, എസ്തേറിൽ മധ്യസ്ഥനാണ്, 1-2 ശമൂവേലിൽ പ്രവാചക വരേണ്യനാണ്, 1-2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതി രാജാവാണ്, 1-2 ദിനവൃത്താന്തങ്ങളിൽ കർത്താവാണ്. പിന്നെ ഏതാ? ഇയ്യോബിൽ കഷ്ടപ്പെടുന്ന മശിഹയാണ്, നെഹമ്യാവിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപകനാണ്, സങ്കീർത്തനങ്ങളിൽ കഷ്ടപ്പെടുന്ന ആടുകളുടെ വലിയ ഇടയനാണ്, സദൃശവാക്യത്തിൽ സർവജ്ഞാനിയാണ്, സഭാപ്രസംഗിൽ സകലം നിയന്ത്രിക്കുന്നവനാണ്, ഉത്തമയത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനുമാണ്. യെശയ്യാവ്, ഇരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന വിലാപങ്ങളുടെ പുസ്തകം അടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ യേശു യഹൂദജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹ ആണ്. മത്തായിയിൽ രാജാവ്, മർക്കോസിൽ ദാസൻ, ലൂക്കോസിൽ മനുഷ്യപുത്രൻ, യോഹന്നാനിൽ ദൈവത്തിൻ്റെ പുത്രൻ, അപ്പോസ്തല പ്രവർത്തികളിൽ സഭയുടെ ചരിത്രത്തിൻ്റെ നെടും തൂണ്, ലേഖനങ്ങളിൽ സഭയുടെ ഭാവി പ്രത്യാശ. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാറത്ത് പൊൻകച്ച കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന ക്രിസ്തുവായി തിരുവിടത്തിൽ അവനുണ്ട്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കാണുന്ന പൊന്നമ്മ സൂപ്രണ്ടും കുഞ്ചുക്കുറിപ്പും വായിക്കാനും പറയാനും വന്നതല്ല ഞങ്ങൾ. ഏതെങ്കിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന കടങ്കഥകളിൽ കാണുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനും വന്നതല്ല ഞങ്ങൾ. മറിച്ച് സങ്കീർത്തനത്തിലും എബ്രാലേഖനവും ആവർത്തിച്ച ഒരു വാക്കുണ്ട്, ഇതാ പുസ്തകത്തിൻ്റെ ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കടങ്കഥ പറയാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ചരിത്ര പുരുഷനായി ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണതെന്ന്. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ചുരുളുകളിൽ കണ്ടോ, യേശുക്രിസ്തു ആലയത്തിൽ ആദ്യം പുസ്തകം വിടർത്തി. എന്തോ സംഭവിച്ചു? കൂനിയായ സ്ത്രീയൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന്. കാരണം എന്താ? 8 പശു പുല്ലതിൻ്റെ തെല്ലല്ലോ. ആ എഴുതിയവൻ ആലയത്തിലേക്ക് വന്നപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ആലയത്തിനകത്ത് നടക്കുന്നു, ദേവാലയ ഗോപുരത്തിന്റെ വാതിൽ ഇരിക്കുന്നവൻ നടക്കുന്നു. ആ യേശു ഇന്ന് രാത്രിയിൽ പുസ്തകങ്ങളിലെല്ലാം മറിച്ച് ഈ മുട്ടച്ചൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ തൻ്റെ തേജസ് വാരി ചുറ്റി നമ്മുടെ നടുവിലേക്ക് അവൻ ജീവനുള്ള ദൈവമായി എഴുന്നേറ്റവൻ വന്നിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ ചെയ്യാൻ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമായി നമ്മുടെ നടുവിലുണ്ടെന്ന് എഴുതപ്പെട്ടത് കൊണ്ട് വന്ന ദൈവോത്തരനെ പ്രസംഗിക്കുകയാണ് ഞങ്ങൾ ഇനി ആരെയും ലോകത്തിൽ രക്ഷിതാവായി പ്രതീക്ഷിക്കുന്നില്ല. വേറെ ഒരു ദൈവത്തിന്റെ അവതാരം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.
ഞങ്ങൾ ഡിക്ലറേഷൻ സമ്പൂർണ്ണമായി നടത്തിയിരിക്കുന്നു. വരാനുള്ളവൻ വന്നു കഴിഞ്ഞു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കാനുള്ളവൻ മരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഡിസംബർ 25 ഏപ്രിൽ 14 യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. വിവിധമായി എന്ന് പറഞ്ഞാൽ എന്താ? വിവിധ സ്റ്റൈലിൽ, വിവിധ രീതികളിൽ എന്നാണ്. ഒരു സ്റ്റൈൽ മന്നനല്ല യേശുക്രിസ്തു. ദൈവം പണ്ട് ഭാഗം എല്ലാ പുസ്തകത്തിലും ഉണ്ട്. വിവിധമായി എന്ന് പറഞ്ഞാൽ ഓരോ രീതികളിലാണ് യേശു ഇടപെടുന്നത്. ഞാനത് പറയാനായിട്ട് കുറെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഒരു ഉദാഹരണത്തിലേക്ക്, ഇതെല്ലാം ഞങ്ങളുടെ ഉപദേശമാരുടെ ഉദാഹരണങ്ങളൊക്കെ. കർത്താവ് മരിച്ചു, 3 ദിവസം കഴിഞ്ഞാൽ ഉയർത്തട്ടെ. അപ്പം 3 ദിവസം എവിടെ പോയി? 3 ദിവസം കർത്താവ് എവിടെ പോയി? പാതാള ലോകത്തിലേക്ക് പോയി എന്നേ. പാതാള ലോകം, പാതാളം പറഞ്ഞാൽ ഭൂമിയെ 3ആയിട്ട് തിരിക്കും. ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. ഒന്നാമത്തെ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള 3-4 സ്ഥലങ്ങളിൽ ഒന്നാണ് ഒന്നാമത്തെ പാതാളം. അപ്പൊ പാതാള ലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്? ആദാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള എല്ലാവരോടും ഇരിപ്പുണ്ട്. മറ്റേ സ്ഥലത്ത് വേറെ ആൾക്കാർ ഇരിപ്പുണ്ട്, യാതനാ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു പാതാള ലോകമാണെന്നിരിക്കട്ടെ. നമ്മളെല്ലാവരും ആദാം മുതൽ എല്ലാവരോടും ഇരിപ്പുണ്ട്. അപ്പം യേശുക്രിസ്തു മരിച്ച ഉടനെ ഈ പാതാള ലോകത്തിൻ്റെ അകത്ത് അവിടെ പൂട്ടൊക്കെ ഉണ്ട്, പിന്നെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അതാക്കും. അപ്പോൾ ഇത് തുറക്കാതെ ആർക്കും വരാനൊക്കത്തില്ല. പക്ഷേ എല്ലാം കൂടെ ഇരിക്കുമ്പോൾ ഒരു ഇളക്കവും ബഹളവും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്നതാ ഇത്ര ഭയങ്കര ഇളക്കം അവിടെ, മേളിൽ ആരുടെ എത്തണ്ട തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു നടുവിൽ പ്രത്യക്ഷനായി. യേശു നടുക്ക് പ്രത്യക്ഷനായോടെ സകലനോ ചാടി എഴുന്നേറ്റ് കാണും ഇല്ലേ? എൻ്റെ ഒരു ഭാവനയാണ് കേട്ടത്, ഉപദേശന്മാരുടെ ഭാവനയാണ്. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം, കുഴപ്പമൊന്നുമില്ല. നല്ല ഭാവനകളെല്ലാം കിടക്കട്ടെ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് കാണാൻ സാധ്യതയില്ല. ഈ അധ്യക്ഷന്മാർക്ക് അങ്ങനെ എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അധ്യക്ഷനില്ല, മലയാളികളും എഴുന്നേക്കുകയില്ല കസേര തന്നെ വന്നാൽ. ആട്ടെ, ഈ എഴുന്നേക്കാത്ത അധ്യക്ഷൻ ആരായിരിക്കും പാതാള ലോകത്തിൽ? ഏകദേശം ആദാമായിരിക്കാനാ സാധ്യത. ആദ്യത്തെ മനുഷ്യനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വിലയൊക്കെ കാണും. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പതുക്കെ നടന്ന് ആദാമിൻ്റെ അടുത്തോട്ട് നടന്നു ചെല്ലുന്തോറും ആദാമിന് ഇരിപ്പ് ഉറക്കുന്നില്ല. ഒടുവിൽ യേശു ചെന്നു, ആദാം അങ്ങനെ എഴുന്നേറ്റ് നിന്നു. 2 യുഗപ്രഭാവ പുരുഷന്മാർ നോക്കി നിൽക്കുകയാണ്. ഒന്നാമത്തെ ആദാം, ഒടുക്കത്തെ ആദാം. യേശു ചോദിച്ചു, അറിയാമോ? ആദാം നോക്കിച്ചു പറഞ്ഞു, കണ്ട വരികയൊന്നും ഇല്ല, എല്ലാവരെയും പുള്ളിക്കറിയാം. യേശു പറഞ്ഞു, എനിക്കറിയാം. എവിടെ വെച്ച്? എവിടെയോ വെച്ചറിയാം എന്നല്ല, കൃത്യമായിട്ടറിയാം. എങ്ങനെ? യേശു പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ താങ്കൾ ആയിരുന്നല്ലോ. ആയിരുന്നു. സുഖമായിട്ട് ജീവിച്ചല്ലോ. ജീവിച്ചു. പാപം ചെയ്ത് ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർപ്പിക്കല്ലേ, ഞാനവിടെ ജീവിച്ചു പോവുക. അതൊക്കെ ഓർപ്പിക്കല്ലേ. അല്ല, അന്ന് ഈ പാപം ചെയ്തപ്പം മരത്തിൻ്റെ മറവിലേക്ക് പോയതും അത്തിയില കൊണ്ട് താങ്കൾ ഉടുപ്പുണ്ടാക്കിയതും വെയിലാറിയപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പാൻറ് പോലെ അത് ചുരുങ്ങിയതും ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ഓർപ്പിച്ച് എന്നെ നാണം കെടുത്താനാണോ അപ്പം ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നത്? ആരാ മോൻ? ഏതാ സംഭവം? ഏതാ? എന്നാ പിന്നെ പോട്ടെ. അച്ഛാ, യഹോവയായ ദൈവം നമ്മെ ഇറങ്ങി വന്നപ്പം ഒരു തോലുകൊണ്ട്, മൃഗത്തിൻ്റെ തോലോട് ഉടുപ്പിച്ച് നഗ്നത മറച്ചത് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. ആ ബലത്തിലാണ് നിൽക്കുന്നത്. അച്ഛാ, ഒരു യാഗമൃഗം യാഗമാകാതെ അതിൻ്റെ തോല് കിട്ടുമോ ഉടുപ്പുണ്ടാക്കാൻ? അപ്പൊ ഈ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിൽ ആ മൃഗമേതാ? അപ്പൊ ആദാം പറഞ്ഞു, ആദാ മോനെ, ഞാൻ ഇത്ര നാൾ അന്വേഷിക്കുന്ന ആ മൃഗമേതാണെന്ന്. എന്നാ ഇനി അന്വേഷിക്കണ്ട. താങ്കൾ പോലും അറിയാതെ താങ്കളുടെ നഗ്നത മറയ്ക്കുവാൻ മറവിടങ്ങളിൽ യാഗമായി തീർന്ന ആദാമ വർഗത്തിന്റെ പാപങ്ങൾ പരിഹരിക്കുവാൻ മറവിടങ്ങളിൽ യാഗമായി തീർന്ന ആ കുഞ്ഞാടാണ് ഈ നിൽക്കുന്ന കുഞ്ഞാട്. ഞെട്ടിത്തരിച്ചുപോയി ആദാം. സ്തംഭനം മാറാതിരിക്കുമ്പോൾ ആലോചിച്ച് നിൽക്ക് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അടുത്ത പിതാവാരാ? നരവംശത്തിന്റെ പിതാവാണ് ആദാം. വിശ്വാസത്തിന്റെ പിതാവാരാ? അബ്രഹാം. അങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ അങ്ങോട്ട് അടുത്തപ്പോഴേ അബ്രഹാം പറഞ്ഞു, മനസ്സിലായി. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അന്ന് ആ മോറിയ മലയിൽ കൊമ്പ് കാട്ടിൽ കുരുങ്ങിയ ആ കോലാട്ട് കൊച്ചനല്ലേ ഈ നിൽക്കുന്നത്? 100 മാർക്ക്.
യോവിന്റെ യെശയ്യാവിന്റെ അടുക്കൽ യിരെമ്യാവിന്റെ അടുക്കലൊക്കെ ചെന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ചാടി വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒരു പുള്ളിയെ കണ്ടേച്ചാ പോന്നിരിക്കുന്നതെന്ന്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാണ് ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ. ഉൽപ്പത്തിയിൽ മറവടങ്ങളിൽ യാഗമായ ഒരു യാഗമൃഗമായി, നോഹയുടെ കാലഘട്ടത്തിൽ ഉയർന്നു പൊങ്ങുന്ന പെട്ടകമായി, ഗിദെയോന്റെ കാലഘട്ടത്തിലും മറ്റുമൊക്കെ മഞ്ഞിൽ തോലിൽ പെയ്തിറങ്ങുന്ന മഞ്ഞായി, യെശയ്യാവിൽ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ചു പോകുന്ന ഇടയനായി. ഇതാണ് ഭാഗം ഭാഗമായി പല രീതികളിൽ. അപ്പൊ ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി, ഇപ്പൊ പറഞ്ഞ വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. അതങ്ങനെ ഒരു കാലം. ഇന്നതില്ല മക്കളെ. ഇന്നിനി വരാൻ പോകുന്നവരെ കുറിച്ച് പ്രവാചകനൊന്നും പറയുന്നില്ല. ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് പറയാണ്, വചനം പറയാണ്, ഇന്ന് അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം ഇനി സുവിശേഷ പ്രസംഗം, ഇനിയുള്ള രക്ഷാദൂതുകൾ വേറെ ഒരു മാർഗത്തിലൂടെയും അല്ല അറിയിക്കേണ്ടത്. പുത്രൻ എന്താണോ ലോകത്തിൽ ചെയ്തത് അതാണ് പറയേണ്ടത്. യേശുക്രിസ്തു ക്രൂശിൽ വന്ന് യാഗമായി, ആ യാഗത്തെ മറികടന്നൊരു സുവിശേഷ പ്രസംഗമില്ല. ഏത് ക്രൂസൈഡാണെങ്കിലും ഏത് യോഗമാണെങ്കിലും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. അതിനപ്പുറത്ത് പറയാൻ ഇവിടെ ഒരാളുമില്ലെന്ന് അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നത്. ദൈവം പറഞ്ഞു, കർത്താവേ ദൈവമേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. 300-ലേറെ പ്രവചനങ്ങൾ നിവൃത്തിയായി. ഇനിയൊന്നും നിവൃത്തിയാകാനില്ല. നിവൃത്തിയായി. 18-ലേറെ ന്യായാധിപന്മാരും 41-ലേറെ രാജാക്കന്മാരും കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്ത ശിരോമണികളും പ്രവാചകന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെയായി വന്ന് അവതരിപ്പിച്ച കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താതിരുന്നത് ഞാൻ 3.5 കൊല്ലം കൊണ്ട് നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇനി വരാനാരുമില്ല. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനത് വിട്ടു. രണ്ടാമത് നമ്മുടെ ജീവിതത്തെ ലൈവായിട്ട് സ്പർശിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ് രണ്ടാമത്തെ കാര്യം? ഇതാണ്, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. അതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. കുറച്ചും കൂടെ നമുക്ക് വേണം. എബ്രാലേഖനം എടുത്തു മക്കളെ, 10-ാമത്തെയും 1-ാമത്തെ വാക്യം വായിച്ചു. 10:1. എബ്രാലേഖനം 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. വളരെ മനോഹരമായിട്ട് വായിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തല്ലേ കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്ന് ലളിതമാക്കി തരാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് പ്രവചനങ്ങൾ നിവൃത്തിയായി. രണ്ടാമത്തെ, നമ്മുടെ പാപങ്ങൾ സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പരിഹരിച്ചു. അതായി പറയുന്നത്. പഴയ നിയമത്തിൽ പാപപരിഹാരം ഉണ്ടായിരുന്നു, പക്ഷെ എന്തല്ലായിരുന്നു? സമ്പൂർണ്ണമല്ലായിരുന്നു. ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞത്. ന്യായമായ പ്രമാണം വരുവാനുള്ള നന്മയുടെ, ആരാ വരാനുള്ള നന്മ? നസറേത്ത് തവല്ല നന്മയും യേശുക്രിസ്തു. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലായിരുന്നു, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. അപ്പം അത് കൊണ്ട് നടക്കാമോ? കൊണ്ട് നടക്കാം, കുഴപ്പമൊന്നുമില്ല. അത് പ്രമാണിക്കാമോ? പ്രമാണിക്കാം. ഏതുവരെ? യേശുക്രിസ്തുവിനെ അറിയുന്നത് വരെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വിശ്വസിക്കുന്ന വരെ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് മറഞ്ഞു. അത് മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അതിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു ക്രമപ്രശ്നം അവതരിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇവിടുത്തെ ഒരു മതങ്ങളെയും കുറിച്ചല്ല പറയുന്നത്, യഹൂദൻ്റെ മതത്തെക്കുറിച്ചും അതിൻ്റെ പുതിയ വേർഷനെ കുറിച്ചാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ഈ യാഗം നടത്തുന്നവർക്ക് പാപബോധമില്ല. പഴയ നിയമത്തിൽ ഇപ്പോഴത്തെ യഹൂദൻ്റെ പള്ളിയാണെന്നിരിക്കട്ടെ, അപ്പം അവൻ ശനിയാഴ്ച ആരാധനയ്ക്ക് വരിക. അവൻ്റെ വെള്ളറടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോരുമ്പം ഒരച്ചാൻ്റെ കയ്യിൽ 2 കുറുപ്രാവുണ്ട്. അപ്പോൾ ഈ കലുങ്കലിരിക്കുന്ന ആളുകളൊക്കെ, നമ്മളൊക്കെ പണ്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ അല്ലേ കലുങ്കയിലൊക്കെ ഈ വേലിപ്പത്തലയിൽ ഓന്തിരിക്കുന്ന പോലെ കുറേ ആൾ ഇരിക്കാറുണ്ട്. അപ്പോൾ ഓന്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പോകുമ്പം അങ്ങനെ കുടിനീരിറക്കുന്ന പോലെ
നമ്മളിങ്ങനെ പോകുമ്പം സ്വസ്ത്രം എന്ന് നമ്മൾ പോയി കഴിയുമ്പം, സ്വസ്ത്രം ഒന്നും പറയാൻ അറിയാമില്ല, അതുകൊണ്ട് ഈ സ്വസ്ത്രമൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോകുന്ന കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ബലമായിരുന്നു അല്ലേ? ബലമായിരുന്നു. അപ്പം ചില സൗകര്യമാരൊക്കെ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു. എൻ്റെ പൊന്നേ, കുഴിച്ചിടാൻ ശവക്കോട്ടയില്ല, പ്രശ്നം ഹോളില്ല, നാട്ടുകാരുടെ നിന്നയും പരിഹാസമൊക്കെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നാണിച്ചാൽ സിറ്റി. അന്നേരമാണ് സ്വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അത് ചിലപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും. ആ വിഷമമൊക്കെ സങ്കടമൊക്കെ വന്ന് ചർച്ചിൽ വന്ന് കയറുമ്പോഴാണ് പാട്ട് വരുന്നത്. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. എന്നെ മനോഹരമായ പാട്ടല്ലേ. ഇപ്പം പിന്നെ അങ്ങനെ പാട്ട് പാടി സാക്ഷ്യമൊന്നുമില്ല. കാരണം ഈ ഓന്തന്മാരൊന്നും ഇപ്പം ഇല്ല കലുങ്കയിൽ. അവർ മടുത്തു. കാരണം നമ്മളെ കൊണ്ട് രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം പറഞ്ഞല്ലോ, ഇത്രയും ആളുകളുണ്ടോ ബെന്തിക്കോസിനാന്ന് ചോദിച്ചു പോലെ. അങ്ങനെ ബെന്തിക്കോസ് ഒരുത്തനിൽ നിന്നാണ് ഉളവാക്കിയത്. അങ്ങനെ ബൈബിൾ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എണ്ണിക്കൂടാത്ത പുരുഷാരം കയ്യിൽ കുരുത്തോലയുമായി കീറുന്ന കണ്ടുണ്ട. ഇത് സത്യമാർഗമാണെന്നുള്ളതിൻ്റെ തെളിവാണ് മക്കളെ. ഇത് എണ്ണാനൊക്കില്ല. എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ പല എണ്ണവും ഇപ്പം എണ്ണാനൊക്കത്തില്ല. എണ്ണമില്ല, ആളെ കൂലിക്ക് വിളിക്കണം. എന്നാൽ ഇതങ്ങനല്ല. ശവക്കോട്ടയിൽ അവസാനിക്കുന്ന മാർഗമല്ലിത്. ശവക്കോട്ടയിൽ ഉദ്ഘാടനം ചെയ്ത ഒറ്റ പ്രസ്ഥാനമുണ്ടെങ്കിൽ യേശുവിന്റെ പ്രസ്ഥാനമല്ലാതെ വേറൊന്ന് ലോകത്തിൽ ഇല്ലെന്ന്. അപ്പോ എന്നെ പോകുമ്പോ അച്ഛാ 2 കുറുപ്രാവിനെ കൊണ്ട് പോകട്ടെ മത്തായിച്ചായിട്ട്. ഞങ്ങളുടെ നാട്ടിലെ പേരുകളാണ്. ഇവിടെയൊക്കെ പേരൊക്കെ നല്ല ഇന്റർനാഷണൽ പേരായിട്ട് വാരണങ്കാർക്ക്. എൻ്റെ പൊന്നു ഭയങ്കര പേരാ. ഞങ്ങളുടെ നാട്ടിലെ പേര് പറഞ്ഞാൽ ശീലം. അപ്പോൾ മത്തായിച്ചേട്ടു എന്തോ 2 കുറുപ്രാവേ ഉള്ളോ പള്ളി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുറുപ്രാവിനെ കൊണ്ട് പോകുന്നു. ഈ കുറ്റി വീടി വലിച്ചാൽ എന്ത് മതി? കുറുപ്രാവ് മതി. അത്രയും. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന യാഗമൃഗത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ പുള്ളി ചെയ്ത പാപം എന്താണെന്ന് ആർക്കറിയാം? നാട്ടുകാർക്കറിയാം. നാട്ടുകാർക്ക് നമ്മുടെ സഭയിൽ വന്നില്ലെങ്കിലും നമ്മുടെ നിയമങ്ങളൊക്കെ അറിയാമല്ലേ. പിന്നെ കാനാവിലെ കല്യാണത്തിൽ അവരുടെ വെള്ളം ഉണ്ടാക്കിയത് യേശുവാണെന്ന് അവർക്കറിയാമല്ലോ. അതൊക്കെ അറിയാം. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി അതുകൊണ്ട് വീടി വലിക്കാം, ആ വാക്യം അവർക്കറിയാമല്ലോ. അതൊക്കെ അവർക്കറിയാം. അവർക്ക് ഈ നമ്മൾ കണ്ടുപിടിക്കാത്ത പല വാക്യങ്ങൾ അവർക്ക് ഭയങ്കര പിടുത്തോ. അപ്പോൾ ഈ വകുപ്പ് അറിയുമ്പോൾ ഒരാളെ കൊലപാതകം IPC ഇല്ല, വകുപ്പ് കുമ്പനാട് IPC അല്ല, അത് ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പ് വക്കീലന്മാർക്കറിയാമെന്നേ. അപ്പോൾ ഇവർക്ക് കുറുപ്രാവേ ഉള്ളോ? പുള്ളി പറഞ്ഞു, നീ ഓടാ അവിടെ, നീ പള്ളിയിലും പോകുകയല്ലാണ്ട് കുത്തിയിരിക്കില്ല. ഞാൻ കുറുപ്രാവിനെ കൊണ്ടെങ്കിലും പോകുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അച്ഛൻ ജീവിക്കട്ടെ. അച്ഛൻ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ പള്ളിയിൽ അച്ഛനാണ്. ഇവിടുത്തെ അച്ഛന്മാരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഞങ്ങളുടെ ബ്രോദരും ജീവിക്കട്ടെ. കുറുപ്രാവിനെ അങ്ങനെ ജീവിക്കുന്നത്. യാഗമൃഗത്തെ അങ്ങനെ യാഗപീഠത്തിലിട്ട് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് അതാണ് പുള്ളി കഴിക്കുന്നത്. അപ്പം അങ്ങേർക്ക് ജീവിക്കണ്ടായോ? അപ്പം നീ എൻ്റെ പുറകെ വരുന്ന ലൂക്കോച്ചനെ കണ്ടാലോ? എന്നാ പറ്റി? നോക്കാം അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ അവനൊരു കോലാടിനെയും കൊണ്ടുവരുന്നു. എൻ്റെ പൊന്നെ, ഇത് കുറ്റിവീടിയല്ല, കുറ്റി മറിച്ചിട്ട കേസാ. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിലല്ലേ നീ മിണ്ടാതെ പോകണമായിരുന്നു. കഴിഞ്ഞ ആഴ്ച പണി ഉണ്ടായിരുന്നു, കാശ് കിട്ടി, അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു. നിനക്ക് പണിയില്ല, വേലയില്ല, കൂലിയില്ല. മനസ്സിലാ കാര്യം പിടിയിട്ട് നിങ്ങൾക്ക്. അപ്പം നീ എൻ്റെ പുറകെ വരുന്ന എന്നാ പറ്റി? പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഒരു കന്നുകാൽ ലേലം ചെയ്ത് പൊന്നെ 2 ബംഗാളിലേക്കോട്ട് ഉന്തി തള്ളി പള്ളിയിലോട്ട് വരുന്നു. എൻ്റെ പൊന്നച്ചോ, വല്ലതും നിങ്ങൾക്ക് പിടി കിട്ടിയോ? അന്ന് കാശുണ്ടെങ്കിൽ പാപം ചെയ്യാമെന്നേ. അന്ന് മാത്രമല്ലെന്നേ, ഇന്നും. മനസ്സിലായോ? കാശുള്ളവന് അന്നും ഇന്നും പാപം ചെയ്യാം. ഏത് സെക്രട്ടറി ആകാം, പ്രസിഡന്റും ആകാം, ഏത് രംഗത്തും കയറിയിരിക്കാം. അവിടെ പാപങ്ങളൊന്നും വിരൽ ചൂണ്ടാൻ നമുക്ക് പലപ്പോഴും ത്രാണിയില്ലാതെ പോവുകയാണ്. നടത്തിപ്പുകാർ അവരല്ലേ. പക്ഷേ പിന്നാലെ ചാട്ടവാറെടുത്ത ഒരുത്തൻ ആലയത്തിലേക്ക് വന്നു കേട്ടോ. സ്തോത്രം. ഇവരവിടെ ചെന്ന് യാഗം നടത്തുമ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ പൊന്നു മഹാപുരോഹിത, ഞങ്ങളെ രക്ഷിക്കണം. എന്താ കാര്യം? കുടുംബത്തിൽ പിറന്ന ഞങ്ങൾ വെള്ളറയെ കൂടെ വരുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം കൂടെ കലങ്കേലിക്കുന്നതിന് പിടികിട്ടുകയാണെന്നേ. എന്നിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാ? നമ്മൾ ഈ വെള്ളറയുടെ മാർക്കറ്റിലെ ഈ മാർക്കറ്റ് നമുക്ക് പള്ളി കോമ്പൗണ്ടിലേക്ക് മാറ്റാം. ഇഷ്ടംപോലെ സ്ഥലം കിടക്കില്ലേ, തെങ്ങും തോട്ടമൊക്കെ. വെറുതെ ഈ പള്ളിപ്പെരുന്നാളിൽ മാത്രമാക്കാതെ ഈ സാധനങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ അടിക്കാം. ഞങ്ങൾ കാശുമായിട്ട് വരാം. കാശുമായിട്ട് വന്ന് ഇവിടെ വന്ന് സംഗതി ലേലം ചെയ്ത് അപ്പം ആൾക്കാരറിയത്തില്ലല്ലോ നമ്മുടെ കാര്യം. ഇവരെ നാട്ടുകാരറിയിക്കുന്നേ.
അപ്പം അങ്ങേര് പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കാരണം ഇങ്ങേരില്ലാണ്ട് അങ്ങർക്ക് ജീവിക്കാൻ പറ്റുമോ? പഴയമത്തിൽ പറയുന്ന ജനത്തിൻ്റെ പാപങ്ങൾക്ക് കണിശമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടയാളാണ് പുരോഹിതൻ. പക്ഷെ പറ്റിപ്പോയി, അവർ ജനത്തിൻ്റെ പാപങ്ങൾ കൂട്ടുനിന്നു. അങ്ങനെ വ്യാപാരം എവിടെ നടന്നു? പള്ളി കോമ്പൗണ്ടിൽ. എങ്ങനെ നടക്കാതിരിക്കും? അന്നത്തെ പുരോഹിതന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുത്തൻ കുറുപ്പാനായും കൊണ്ടുവന്നു, തല വെട്ടിക്കളഞ്ഞു, മൂത്രപിണ്ഡം, വവ, കയ്യ്, കാല്, ചിറക്, വാല് ഒക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ എന്നാ ഉണ്ട്? കുറുപ്രാവിനെ യാഗപീഠത്തിലേക്കിട്ട് പിന്നെ മുപ്പലി കൊണ്ട് കുത്താൻ എവിടെ കുത്താനാണ്? ഇത്രയല്ലോ ഒരു സാധനത്തെ. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ 2 പ്രാർത്ഥനയാണ്. ഒന്നാണ്, യഹോവേ, ഈ ചേട്ടൻ കൊണ്ടുവന്ന കുറ്റി ഇടിയുടെ പാപത്തെ ഈ കുറുപ്രാവിൻ്റെ യാഗം ക്ഷമിച്ചു കൊടുക്കണമേ. അത് രഹസ്യമായിട്ട് ഈ കുരുത്തം കെട്ടവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ അടുത്ത ആഴ്ച വരുമ്പോൾ കുറച്ചും കൂടെ വലുതിനെ കൊണ്ടുവരാൻ സഹായിക്കണേ. അവർക്ക് ജീവിക്കണ്ടായിരുന്നു. അങ്ങനെ ജനത്തിനും പാപബോധമില്ല, മതത്തിൻ്റെ നേതാക്കൾക്കും പാപബോധമില്ലെന്ന് ഇതിങ്ങനെ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പം എൻ്റെ വിളിച്ചു, ചേട്ടാ എൻ്റെ കുറുപ്രാവ് നിന്നെ കണ്ടിട്ട് കോലാടിലോ വകുപ്പുണ്ടല്ലോ, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ കുറുപ്രാവിനെ തന്ന കോലാടിൻ്റെ വില കുറവാ, കൊണ്ടുപോടാവേ, കുറുപ്രാവ് മതിയെന്ന് ഈ വ്യാപാരമാണ് യേശു കണ്ടത്. ചാട്ടവാറെടുത്തു. സത്യം പറഞ്ഞാൽ ചാട്ടവാറൊക്കെ എടുക്കേണ്ട കാലം കഴിഞ്ഞെന്ന്. ആലയത്തിനകത്തുള്ള തമ്മിത്തല്ലും തലവിളിയും ഒച്ചപ്പാടും ബഹളവും കമ്മിറ്റിയും പരിപാടികളും എന്തൊക്കെയാ നടക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതിന് പകരം നടക്കുന്ന ഈ കച്ചവടങ്ങളൊക്കെ മാറ്റിയിട്ട് ദൈവസഭ അപ്പോസ്തല പ്രവർത്തികൾ കാണുന്ന ആദിമസഭയിലേക്ക് വന്നില്ലെങ്കിൽ കാര്യം കട്ടപ്പോകയാകുമെന്നും കൂടെ ദൂത് പറഞ്ഞു വിടുകയാണ് ഞാൻ. ന്യായപ്രമാണം എന്നാ പ്രശ്നം? അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടാന്നേ. ന്യായപ്രമാണത്തിന് 36 കുറവുണ്ടെന്നേ. ലേവ്യപുസ്തകത്തിൽ വായിച്ച 36 സ്ഥലത്താ കുറവുകൾ. അറിയാമോ? ഒരു കമ്മിറ്റിക്കാർ നോട്ടീസ് അടിക്കുമ്പോൾ താഴെ എഴുതി വെക്കും NB നാട്ടാബേൺ. കാര്യപരിപാടിയിൽ മാറ്റം വരുത്തുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്, കമ്മിറ്റിക്ക് അധികാരമുണ്ട്. പഴയമത്തിലുള്ള ന്യായപ്രമാണത്തിന് 36 കുറവുകൾ രേഖപ്പെടുത്തിയിരുന്ന പുസ്തകമാണ് പുതിയമത്തിൽ ഗലാത്യർക്കെഴുതിയ ലേഖനം. പഴയമ മോശപ്പെട്ട കാര്യമല്ലെന്നേ. അത് ഒരു കുഞ്ഞിനെ ആയയുടെ കയ്യിൽ, സെർവന്റിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നു അംഗൻവാടിയിലേക്ക്. അതാ ബൈബിള് പറയുന്നത്. അങ്ങനല്ലേ? അവിടെ ചെന്ന് ആ കൊച്ചിനെ കൊണ്ടു കൊടുത്തിട്ട് ആയ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. അത്രയേ ഉള്ളൂ. ന്യായപ്രമാണം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ജനത്തെ എവിടെ എത്തിക്കുക? യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുക. അല്ലാതെ കൊച്ചിനെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം 4 മണിക്ക് കോഴിമുട്ടയുണ്ട്, 3 മണിക്ക് മുട്ടയുണ്ടെന്നും ഉപ്പുമാവുണ്ടെന്നും പറഞ്ഞ് ആയ അവിടെ നിന്നാൽ കിട്ടുമോ? വീട്ടിൽ പോകണമെന്നേ. അപ്പം ഇതിനെ കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശിശുപാലകനായി ഭവിച്ചു, ഇത്രയേ ഉള്ളൂന്നേ. അപ്പം ഒരു ചോദ്യം, അപ്പം ഇതിന് പ്രമാണിക്കാൻ കഴിയത്തില്ല? പ്രമാണിക്കാൻ കഴിയത്തില്ല. എനിക്കിതിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേർക്കൊക്കെ മനസ്സിലാകണം. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഗൾഫിൽ പോകണം. എവിടെ പോകണം? ഗൾഫിൽ പോകണം. ഒന്നും പോയില്ലെങ്കിൽ ഒന്നൊക്കെ പോയിട്ട് വാ. അവിടെ പോകുന്നതാണ് സ്വർഗരാജ്യം ഒന്നും പറഞ്ഞേക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. വിദേശത്തൊന്നും പോയില്ല, ഇല്ല, അയ്യോ കഷ്ടം, അങ്ങനൊന്നും പറഞ്ഞേക്കരുത്. ചില വിചാരം സ്വർഗം പീവോ വയ അമേരിക്ക എന്നാണ്. അങ്ങനെ വഴിയൊന്നുമില്ല, നേരിട്ടാണ് പോകുന്നത് കർത്താവ് മുഖാന്തരം. അവിടെ പോയില്ല എന്നിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൾഫിൽ പോകണം, എന്തോ വേണം? വിസ വേണം, പാസ്പോർട്ട് വേണം, പിന്നെ പൈസ വേണം, അത് വേണം, എമിഗ്രേഷൻ ക്ലിയറൻസ് ആണ്. എന്നൊക്കെ തലവേദനയെന്നറിയാം. അപ്പം ഈ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നിങ്ങൾ ആ കോവളത്തോ എവിടെയൊക്കെ ചെന്ന് നിൽക്കുക, അതിനപ്പുറത്താണ് ഈ പറയുന്ന സ്ഥലമൊക്കെ. മനസ്സിലായോ? ഇവിടെ അടുത്തല്ലേ? അതിനപ്പുറത്താണ് ഈ പറഞ്ഞത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് ചിലപ്പോൾ അതല്ലേ ഇപ്പുറത്തെ കൊല്ലത്തൊക്കെ അതിനപ്പുറത്താണ് സംഭവം. അങ്ങോട്ട് ചാടുക, നീന്തുക, പോവുക, അത്രയേ ഉള്ളൂ. എളുപ്പ വഴി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ലളിതമായിട്ട് 2 ചോദ്യം ചോദിക്കുകയാണ്, ഉത്തരം മനസ്സിൽ പറഞ്ഞാണോ. 1, നീന്തിയാൽ ചെല്ലുകയില്ലേ? എന്തേലും പറ. നീന്തിയാൽ ചെല്ലുകയില്ലേ? ഉത്തരം നീന്തിയാൽ ചെല്ലും. 2, അങ്ങനെ ആരെങ്കിലും നീന്തി ഗൾഫിൽ പോകാറുണ്ടോ ഇതുവരെ? ഇനി അതാ ന്യായപ്രമാണം. മനസ്സിലായോ? ന്യായപ്രമാണം ഒന്നി തെറ്റിയാൽ മൊത്തം തെറ്റൂന്നേ. ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാമേലേ? ചെല്ലാമെന്നേ. അങ്ങനെ കുഴപ്പമില്ല. ഇന്നും അങ്ങനെ സുവിശേഷം എത്താത്തയിടത്ത് ന്യായപ്രമാണം വെച്ചാൽ അത് ന്യായം വിധിക്കുന്നത് റോമാലേഖനത്തിലുണ്ട്, ഇല്ലേ? ന്യായപ്രമാണത്തിലുള്ളത് ജാതികൾ സ്വഭാവത്തെ ചെയ്യുമ്പോൾ അവർക്കത് ന്യായപ്രമാണമാകുന്നതാണ്. അപ്പം ആചരിച്ച സ്വർഗത്തിൽ ചെല്ലാമല്ലേ? ചെല്ലാമെന്നേ. അങ്ങനെ ആരെങ്കിലും ആചരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടോ? ഇല്ലെന്നേ. അപ്പൊ എന്നാ പോം വഴി?
പറയാമെന്നേ. കൊടുത്ത ദൈവം തന്നെ പോംവഴി കണ്ടെന്നേ. എന്താ കണ്ട്? ഞാനല്ലേ പ്രമാണം കൊടുത്തത്, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ തന്ന പ്രമാണമാണതേ. 5 സ്റ്റാറിനകത്ത് വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ 5 സ്റ്റാർ കയറി കഴിഞ്ഞാൽ വിശന്ന് തുടങ്ങുമ്പോഴാണ് 5 സ്റ്റാർ കയറുന്നത്. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു, വിശന്ന് വൻകുടലും ചെറുകുടലും കൂട്ടിമുട്ടുമ്പോൾ ഒരു പ്ലേറ്റ് വരും, അത്രേ ഉള്ളൂ. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടി അരണി കടഞ്ഞ് അക്തി പുറത്ത് വരും, നാവ് പുറത്തോട്ട് തള്ളുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം വരുന്നത്. മനസ്സിലായോ? നമ്മൾ എത്ര അടിയന്തരം കഴിയുമ്പോഴാണ് അവൻ ആവി പറക്കുന്ന സാധനമായിട്ട് മുറ്റത്തോട്ട് വരുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ തന്ന ഫസ്റ്റ് കോഴ്സാണെന്നേ ന്യായപ്രമാണം. പിടിച്ചു നിൽക്കണമെന്നേ. അത് എവിടെ എത്തിക്കും? കൃപയുടെ പ്രമാണത്തിൽ എത്തിക്കുമെന്നേ. ഈ ന്യായപ്രമാണത്തിന് ഇങ്ങനെ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് കണ്ട ദൈവം പരിഹാരം കണ്ടെന്നേ. അതാ വചനം. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്റെ സ്വന്തം പുത്രനെ ജഡത്തിൽ ലോകത്തിലേക്ക് അയച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പൊ യേശുവിന്റെ ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് ഈ കഴിയാത്ത കാര്യം നടത്താനാണെന്നേ. അതുകൊണ്ട് ഇനി അതിന് പ്രസക്തി ഇല്ലെന്നേ, ഇനി കർമ്മങ്ങൾ ഇല്ലെന്നേ, ഇനി ആചാരങ്ങൾ ഇല്ലെന്നേ, ഇനി ചൊല്ലും ചൊലുത്തും ഇല്ലെന്നേ, ഇനി വിശ്വസിച്ചാ മതിയെന്നേ. മോളെ ആ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 10-ന്റെ ഏതു പുരോഹിതനും കേട്ടോ വായിച്ചോ. ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അയ്യോ കണ്ട, ഏത് പുരോഹിതനും. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെയുള്ള പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ആ അച്ഛന്മാരെ കുറിച്ചൊന്നും അല്ല ഈ പറഞ്ഞ യഹൂദന്റെ ആ ഗുരുവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാനും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഞാൻ നിൽക്കുന്ന കാര്യം, ഈ പുരോഹിതൻ എന്തിനാ ആലയത്തിൽ നിൽക്കുന്നത്? മിക്കവാറും സ്ഥലത്തൊക്കെ നിൽക്കുക അതെനിക്ക് തോന്നുന്നു. നിൽക്കുന്നവരോടായി തോന്നുന്നു, ഇരിക്കുന്നവരോട് കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഇരിക്കുക പള്ളിയിൽ, ഞങ്ങളൊക്കെ പള്ളിയിൽ ഇരിക്കുകയല്ലേ. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുക? നിൽക്കുക. എന്നാ കാര്യം? എനിക്കൊരു പണിയുണ്ട്, അതുകൊണ്ടാണ്. ഇവരൊക്കെ പോയി ഇരിക്കാനേ. ഇപ്പം പണിയൊന്നുമില്ല, വേണേ ഉറങ്ങൊക്കെ ചെയ്യാൻ വേണി. അല്ല നിങ്ങൾക്കും പണിയൊന്നുമില്ല, കേട്ടോണ്ട് വെച്ചാൽ മതി, ഒക്കെ ചെയ്യും. 9:30 എൻ്റെ പണി തീരും, അപ്പം ഞാൻ പോയിരിക്കും, അപ്പം നിങ്ങൾ വീട്ടിൽ പോകും. അതാ കാര്യം. നിൽക്കുന്ന കാര്യം ഒരു പണിയുണ്ടെന്നേ, അതാ നിൽക്കുന്നത്. എന്നാ പണി എന്നാ? പ്രസംഗം തീർന്നിട്ടില്ലെന്നേ, അതാ നിൽക്കുന്നത്. അപ്പൊ പുരോഹിതൻ എന്താ നിൽക്കുന്നത്? ഒന്ന്, സമാഗമന കൂടാതെ ഇരിപ്പിടമില്ല. 1. 2, ഈ നിൽക്കുന്ന ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലേ, അതാ ഇവര് നിൽക്കുന്നേന്നേ. ആലയത്തിനകത്ത് പുരോഹിതൻ അന്നും ഇന്നും, സ്വത്രം അത്രയൊക്കെ മതി. അന്നും ഇന്നും നിൽക്കുന്നതിന്റെ കാര്യം തന്നെ. കസേരയിൽ ഇരിക്കാതെ നമ്മളൊക്കെ ഇരിക്കല്ലയോ? പിന്നെ ഞങ്ങളൊക്കെ ഇനി സാക്ഷ്യം പറയാം. സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞു 1.5 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് പോയിട്ട് ഉറങ്ങാനുള്ള സമയമുണ്ട്. പിന്നെ 1 മണിക്ക് ആകണം തീരെ. എന്നാലും 12:45 എഴുന്നേറ്റ് കാട്ടോലീവിൻ അയാൾ പോയി വെട്ടി ഒട്ടിച്ചോണ്ട് വരുമ്പോഴേക്കും സമയം എന്നാണെന്ന് അറിയാമോ? നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെച്ചാ ഇരിക്കാനായിട്ട്. സ്വത്രം. അന്നും ഇന്നും പുരം നിൽക്കുന്ന ഈ ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നേ. നമ്മുടെ മഹാപുരം നിൽക്കുന്ന പുരോഹിതനെ പോലെ അല്ലെന്നേ. അടുത്ത വാക്യം വായിക്കും. അടുത്ത ഉറക്കെ വായിക്കണം. എനിക്ക് ആവേശം തരുന്ന വാക്യം ഞാൻ വായിക്കുന്നത് ഉറക്കെ വായിക്കണം. അയ്യോ മൈക്ക് ഓഫ് ചെയ്തപ്പോഴേക്ക്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി. അപ്പൊ പുരോഹിതന്മാർ ഇവിടെ പാപത്തിന്റെ പരിഹാരം നടന്നിട്ടില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചൊല്ലും ചൊലുത്തും ആചാരവും തിരശീലയും മറ്റു വലുതും നിൽക്കുമ്പോൾ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് യാഗമില്ല, ക്രൂശിൽ ഒറ്റയാഗമായി തീർന്നിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പോയി ഇരുന്നുകൊണ്ട് മനസ്സിലായവർ കരമുയർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യ്. ഇവിടുത്തെ മഹാപുരോഹിതന്മാർ ജനത്തെ പറ്റിച്ചുകൊണ്ട് ഇന്നും നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ടതായെന്നൊക്കെ പറഞ്ഞ കർമ്മങ്ങളും ആചാരങ്ങളുമായി നിൽക്കുമ്പോൾ ഇവർ നിൽക്കുന്ന അതേ പ്രശ്നം പരിഹരിച്ചും 2000 കൊല്ലം മുൻപ് പരിഹരിച്ച് സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് ശത്രുക്കൾ തന്റെ പാതവിടമാകോളം കാത്തിരിക്കുന്നു. മതത്തിന്റെ ഈ അന്ധകാര നിയമത്തിൽ നിന്നും, നിന്നെ കബളിപ്പിക്കുന്ന ചടുലമായ അബദ്ധ ജടിലമായ നിയമത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ദൈവത്തിന് രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് കരഘോഷത്തോടെ സ്തോത്രം ചെയ്യണം. നിവൃത്തിയായി. എന്നാ ഇപ്പോഴും ഭാവിയാന്നും പറഞ്ഞ് നടക്കുന്നേ? അത് ഞങ്ങളുടെ കുഴപ്പമില്ലെന്നേ. ഞാൻ ഭാവി അങ്ങനെ. അത് പിന്നെ എൻ്റെ പിഴ വലിയ 2 പിഴ ഇറന്ന വലിയ പിഴയാവുന്ന ആർക്കറിയാമല്ലാത്ത. പിന്നെ ഇപ്പൊ ഭാവി
വറചട്ടിയിൽ നിന്ന് വാരി കൊണ്ടുവന്ന പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ അടിമക്കച്ചവടം നിർത്തലാക്കണമെന്ന് പറഞ്ഞ് വിപ്ലവത്തിൻ്റെ വിത്തുപാകിയ മനുഷ്യനാണ് വിൽബർ ഫോഴ്സ്. ആ നിയമം അമേരിക്കൻ പാർലമെൻറ്റിൽ വരുത്തി തീർത്ത മഹാനായ മനുഷ്യൻ്റെ പേരാണ് എബ്രഹാം ലിങ്കൺ. നിയമം പാസ്സായി, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, അലാറം മുഴങ്ങി, കൽക്കരി കമ്പനികൾ ഫാക്ടറികൾ അടച്ചിട്ടു, ജനങ്ങൾ പുറത്തിയാടി, അനൗൺസ്മെന്റ് നീങ്ങി, തെരുവീതിയിൽ കൂടെ നീങ്ങുകയാണ്. എബ്രഹാം ലിങ്കൺ നീണാൾ വാഴട്ടെ. എന്താ കാര്യം? അടിമക്കച്ചവടം നിർത്തലാക്കി, കഴുതകളൊക്കെ പണിയെടുപ്പിക്കുന്ന കെട്ടഴിച്ചു വിട്ടു, ബാനറുകൾ ഉയർന്നു, അനൗൺസ്മെന്റ് മുഴങ്ങി, റോട്ടിൽ കൂടി ആളുകൾ പോവുക, എബ്രഹാം ലിങ്കൺ നീണാൾ വാഴട്ടെ. പണിയെടുത്തോണ്ടിരുന്നവർ ചോദിച്ചു, എന്നാ വിശേഷം? അടിമക്കച്ചവടം നിർത്തലാക്കി, അറിഞ്ഞില്ലേ? ഇപ്പോ അവരും പണി നിർത്തി, പിന്നെ കിടക്കുക ആരെങ്കിലും? പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുൻപ് പാപത്തിൻ്റെ ചങ്ങലയിൽ കിടന്ന, പിശാചിന്റെ മരണഭീതിയിൽ കുടുങ്ങിക്കിടന്ന് നിന്നെ വിടുവിച്ചു യേശുക്രിസ്തു ക്രൂശിലെ യാഗത്താൽ. ആ യാഗത്തിൻ്റെ വിളംബരം, ആ യാഗത്തിൻ്റെ അനൗൺസ്മെൻ്റാണ് 3 ദിവസമായി മുട്ടച്ചലിൽ മുഴങ്ങി കേൾക്കുന്നത്. ആ ബാനറാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ദൈവത്തിൻ്റെ വചനം. ചോന്നോണ്ട് നടക്കാതെ വായിക്കാൻ പഠിക്കാദ്യം. സ്തോത്രം. അതിനെക്കുറിച്ചുള്ള പാട്ടായി പാടിക്കൊണ്ടിരിക്കുന്നേ. കേൾക്കുന്നവൻ മതത്തിൻ്റെ ചണ്ടിക്കൂമ്പാന് വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ പറഞ്ഞ് മുൻപോട്ട് പോകുന്നവന്റെ കൂടെ കൂടിക്കൊള്ളണം. കാലം തീരാറായി, യേശു വരാറായി. അതുകൊണ്ട് ഇനിയും അടിമനുഖത്തിലാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകരുത്. യേശു മരിക്കാത്തതല്ല പ്രശ്നം, പാപങ്ങൾ പരിഹരിക്കപ്പെടാത്തതല്ല പ്രശ്നം, നീ വചനം വായിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കാത്തതാണ് നിന്റെ പ്രശ്നം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവകൃപ വ്യാപരിക്കുകയുള്ളെന്ന് 2 കാര്യങ്ങൾ വിട്ടു. ഒന്ന്, യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പ്രവചനങ്ങൾ വൃത്തിയായി. നമ്മോട് നോക്കി പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. അതിനും കൂടി ഒരു സ്വത്രം പറഞ്ഞാട്ട് 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. സമയം വേണമെങ്കിലും മതി. പിശാചിൻ്റെ തലയെ തകർക്കും. അയ്യോ, ഇവിടെയൊക്കെ നിൽക്കണം. എന്നാ കാര്യം എന്നറിയാമോ? നമ്മുടെ ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക്, എല്ലാവർക്കും ഇല്ല, പിശാചുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഭയങ്കര പുള്ളിയാണ് നമ്മുടെ ഉപജീവന മാർഗം. സ്തോത്രം. പണ്ടൊരാൾ 21 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പം പറഞ്ഞു, 21-ാം ദിവസം സ്റ്റേജിൽ വെച്ച് ഈ ദേശത്തിൻ്റെ അധിപതിയായി പിശാചിനെ അടിച്ചുടച്ച് തകർക്കുമെന്ന് പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. എന്നാൽ പിന്നെ പിശാചിനെ തല്ലിക്കൊല്ലുന്നത് കാണാമെന്നും പറഞ്ഞ് പോയി. തെർമോക്കോൾ കൊണ്ടൊരു പിശാചിനെ ഉണ്ടാക്കി സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തി. ആൾക്കാരെല്ലാം കൂടി ചെന്ന് ശീമപ്പത്തിലുണ്ട് അവനെ അടിച്ച് ഉടച്ച് ഈ നാട്ടിലെ പിശാചിന് കൊന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ആളുകളങ്ങോട്ട് ഹല്ലേലൂയ പറയുന്നു, സ്വന്തം ഇതും താലകുത്തി മറിയുന്നു. അവിടെയാണ് പിറ്റേ വർഷം ഏതാണ്ട് വേറൊരു മതത്തിൻ്റെ സമ്മേളനം നടന്നു. ഈ പുള്ളി അവിടെ നിന്ന് പുറത്താക്കിയതാ. നമ്മുടെ ആൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഞാനിന്നാൾ അങ്കമാലി കുറച്ചൊക്കെ ഞങ്ങളുടെ പ്രദേശമാണ്. അവരുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ സംസാരിച്ചപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് പാസ്റ്റർമാരോട് നമുക്കിന്നൊരു പുതിയ ശുശ്രൂഷ ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്തോന്ന്? പിശാചിനെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയില്ല. എന്നാൽ പിന്നെ ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും കൂടി. കൂടാതിരിക്കാൻ പറ്റത്തില്ല, ഉപദേശിമാരല്ലയോ. അഭിപ്രായ വ്യത്യാസം അന്നേരം ഉണ്ട്, പിന്നെ ഞാൻ പരസ്യമാക്കി. പിന്നീട് സംഭവം ഇത്രയേ ഉള്ളൂ. വട്ടം കൂടി പറഞ്ഞു, പിശാചേ, നിനക്ക് അങ്കമാലി മുനിസിപ്പാലിറ്റി ഇന്ന് മുതൽ 1 സെന്റ് സ്ഥലം പോലും കാലുകൊണ്ട് ചവിട്ടി അവനെ പുറത്താക്കി. ഞാനും കാലെടുത്തൊക്കെ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കൊരട്ടി പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറഞ്ഞു, നമുക്ക് കൊരട്ടിയിൽ നിന്ന് ഇവനെ പുറത്താക്കണം, പാസ്റ്റർ എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ആകെപ്പാട് വലിയ, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് അവനെ അങ്കമാലിൽ ഇങ്ങോട്ടാ ഓടിച്ചു വിട്ടാണ്. മനസ്സിലായത്? തൊട്ടടുത്ത സ്ഥലമായി കൊരട്ടി. ഇനി ഇവിടെ കാല് വെട്ടുമ്പോൾ ഇവൻ തിരിച്ച് എങ്ങോട്ട് വരും? അങ്കമാലിക്ക് വരും. എൻ്റെ കാര്യം കെട്ടുപോകുകയാവും. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടതാ, അത് പറ്റപ്പില്ല, ഇവിടെ നിന്ന് ഓടിച്ചിടണം. എങ്ങോട്ട് വിട്ടു? അന്നേരമായി എൻ്റെ തലയ്ക്ക് ഓളം വന്നു. ദൈവമേ, ശരിയാണല്ലോ, ഇവർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഊട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ചവിട്ടാനില്ല. തെറ്റാണിത്. കേരളത്തിലെ ഒരു പഞ്ചായത്തിലും പിശാചിനെ കയറ്റിയാൽ 1100 പഞ്ചായത്തിലും പാസ്റ്റർമാരെങ്കിൽ നിൽക്കുക, ഇവിടെ കയറ്റിയാലെന്നും പറഞ്ഞു. പിന്നെ ഇവൻ എവിടെ പോകും? അത് പറ. ഞാനൊരു അഞ്ചോട്ട്, നിങ്ങൾ ഈ ഇത്രയും കൊല്ലമായി പിശാചിനെ ആട്ട് യേശു ഇവൻ പോയിട്ടുണ്ടോ? സത്യം പറ.
തുപ്പിയ തുപ്പലം 4.25 കിലോ. ഈ പുള്ളി ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ പുള്ളി ഇപ്പോഴും ഇവിടെ ഉണ്ട്. യേശു പിന്നെയും വന്നെന്നേ. ഈ പുള്ളി ഇവിടെ ഉണ്ടെന്ന്. ഈ നാട് ആരുടെയാന്ന് വല്ല അറിയാമോ നിങ്ങൾക്ക്? ആരുടെയാ? അവൻ്റെയാണ്. സകലോകം ദുഷ്ടന്റെ. അതറിയത്തില്ലും പാട്ട് പാടും. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. അർത്ഥാണ്. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി എനിക്ക്. എന്നാ പാട്ടാ! ഇവരൊക്കെ ഇരിക്കുന്ന കാരണം പാടാനും തോന്നണില്ല. കാരണം ഇന്റർനാഷണൽ പാട്ടുകാരാ. എനിക്കാണെങ്കിൽ വെള്ളിയും സ്വർണവും മാത്രമേ ഉള്ളൂ. ഏതായാലും പറയും ഭാഷയെ പാട്ട് വന്നായിരുന്നു, പക്ഷേ 2.5 കിലോ സ്വർണ്ണം ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ നിർത്തി. അവർക്ക് വെള്ളിയും സ്വർണ്ണം കൂടാതെ അതൊക്കെ പാടാൻ പറ്റും. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവസാനം മറ്റേ പാട്ട്, പഴയ പാട്ട് പാടി നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഈ പുള്ള നാടാണെന്നേ. അപ്പം നമ്മളിവിടെ ആരാ? നമ്മൾ വാടകയ്ക്കാണെന്നേ. നമ്മുടെ വീട് അവിടെ ആണെന്നേ. ഇതൊക്കെ സത്യമാണെന്നേ. വാഗ്ദത്ത ദേശത്തെത്തിയിട്ടും അന്യദേശത്തെന്ന പോലെ അബ്രഹാം താമസിച്ചത്. നമ്മളോ അന്യദേശമാണെന്ന് അറിഞ്ഞിട്ടും വാടക വീടാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം നാട് പോലെ കിടക്കുന്നത്. അതായി കുഴപ്പം. ഇവനെ തുപ്പിയാൻ കൂടി ഞാൻ ഒരു സത്യം പറഞ്ഞ, ഈ പുള്ളി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതുള്ളൂ. അല്ലേ? ഈ പുള്ളി നാട്ടിലുണ്ടെങ്കിലേ നമുക്കൊരു ഉഷാറുള്ളൂ. പുള്ളി ഇല്ലെങ്കിൽ പിന്നെ ആരോട് എന്നാ പറയാനാന്ന് പറയാം. ഇപ്പൊ ഈ യോഗത്തിൽ നിങ്ങൾ വന്നിരുന്നപ്പം ഒരു സഹോദരി വന്നിരിക്കുക. ഇപ്പം ആരും സ്വത്രം പറയുന്നില്ല. ഞാൻ വർഷിപ്പ് ലീഡേഴ്സ് ഏറ്റെടുത്തല്ലോ. കരങ്ങൾ വീശിക്കൊണ്ട് അപ്പോഴാണ് നമ്മൾ സ്വത്രം പറയുന്നത്. കൊടുത്ത ചിരിച്ചോണ്ട് പറയും. അംഗൻവാടിയാണ് മൊത്തം. അപ്പം അവർ പറയാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക സ്വത്രം പറയാനായിട്ട്. ഇവിടെ ആണെങ്കിൽ ആരും പറയുന്നില്ല. എന്താ ചെയ്യുമേ സ്വത്രം? നമ്മളാണെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും പറഞ്ഞിരിക്കുക സ്വത്രം പറയാനായിട്ട്. ഞാനാണെങ്കിൽ ഒന്നാ പറയത്തുമില്ല. ആട്ടെ. അപ്പോൾ ഒരു സഹോദരി വന്നിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു സഹോദരി ഇരിക്കുന്നു. ഈ പിശാചിന് സ്വത്രം പറഞ്ഞ കാര്യം പറയുന്നു. അപ്പം നമ്മൾ നോക്കിയപ്പം പരിചയമില്ല. ഇപ്പുറത്തെ വെച്ചു, ആരാ ഇപ്പുറത്തിരിക്കുന്ന ആള്? ഇന്നലെ യോഗത്തിന് വന്ന ഒരു സഹോദരിയാണ്. എവിടെ നിന്നാണ് വരുന്നത്? അതങ്ങ് വരുന്നത് വേറെ എവിടെയെങ്കിലും ഏത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് വെള്ളവിടെ കുറ്റിച്ചല അങ്കിലാട്ടെ. അല്ല, എൻ്റെ പരിചയമില്ല. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇളകി. എൻ്റെ പൊന്നോ, ഇളകി ആ കസരയൊക്കെ എടുത്ത് അടിച്ച് അടുത്തിരുന്ന സഹോദരിക്ക് 4 സ്റ്റിച്ചുണ്ട് ആശുപത്രിയിലാണ്. അപ്പോൾ ഇന്ന് വന്നതിന് കുറച്ചേ പോയുള്ളൂ, ബാക്കി ഇന്ന് വിടാമെന്ന് ഇന്നത്തെ പാസ്റ്റർ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ശരിയാണെങ്കിൽ നിങ്ങൾ യോഗം തീരുന്നവരെ സ്വത്രം പറയില്ലേ? പറ, സത്യം പറയും. എന്താ കാര്യം? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. ഈ സാധനം ദൈവമേ എൻ്റെ മേത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയായതോ? അപ്പം ഈ പുള്ളി ഉണ്ടെങ്കിൽ സ്വത്രം പറയൂന്നേ. യേശു എപ്പോഴേ വന്നിരിക്കുന്നു. ഒരെണ്ണം മിണ്ടണ്ടോ നോക്ക്. ഉണ്ടോ? അതിൻ്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ? അപ്പം ഈ പുള്ളിയുടെ പുറകെ നമ്മൾ നടക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറയും, പാസ്റ്റർ പറഞ്ഞ് പിശാച് പോകത്തല്ല. എവിടെ പോകാൻ? ഈ പോകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരുമ്പോൾ ഇവനെ പിടിച്ച് യേശു ആ ചങ്ങലക്കിടുന്നേ. മനസ്സിലായോ? അന്നേരമായി ഈ പുള്ളി ഇവിടുന്ന് മാറും. അതുവരെ ഈ പുള്ളി ഇവിടെ കാണും. നിങ്ങൾ ആരെ കാട്ടി തുപ്പിയാലും. അപ്പം പുള്ളി ഇവിടെ കാണുമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് ബുദ്ധിമുട്ടാണ്. നിൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നാടാ വരുന്നേ? ഞാൻ ഊസ് ദേശത്ത്. അവിടെ ഒരു ഇയ്യോബിനെ കണ്ടായിരുന്നു. കയറിയോ? ഇല്ല, കയറാൻ പറ്റില്ല. നീ 3 വേലി കെട്ടിയേക്കല്ലേ നിന്നെ? ഇയ്യോബിനും വീടിനും സകലത്തിനും 3 വേലി. പിന്നെ അവിടെ നിന്നാ കയറുന്നേ? വല്ലതും പിടി കിട്ടിയോ? വെള്ളറ പഞ്ചായത്തിൽ നിന്ന് അവൻ പോകത്തില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വീകരിച്ച നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ, നിന്റെ അനുവാദമില്ലാതെ നിന്റെ വാഹനത്തെ തൊടണമെങ്കിൽ, നിന്റെ തലമുറയെ തൊടണമെങ്കിൽ തമ്പുരാന്റെ വേലി വിളിക്കാതെ അവന് പറ്റത്തില്ലെന്നേ. ചിലയൊക്കെ ദൈവം വിട്ടുകൊടുക്കൂന്നേ. വിട്ടുതരാമോ? കൊണ്ടുപോടാ അയ്യോവനെ, അവൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പത്രോസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ വിട്ട് പിരിയുകയില്ല. യേശു പറഞ്ഞു, ചുമ്മാ വെള്ളടിക്കാതെ. നിന്നെ പലവട്ടം പാറ്റാൻ ചോദിച്ചതാ. എനിക്കറിയാം നീ സംഗതി കട്ടപ്പൊക്കെയാന്ന്. നിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. മനസ്സിലായോ? ആരെ കൊടുക്കണമെന്നും ആരെ കൊടുക്കേണ്ട എന്ന് അറിയാൻ ദൈവത്തിന് കഴിയുമെന്ന്. നമ്മളിവിടെ ഇരിക്കുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ പിടിച്ചു എന്നല്ല. നിന്നെ വിട്ടുകൊടുക്കാത്തൊരു ദൈവം, നിന്നെ പാറ്റാൻ വിട്ടുകൊടുക്കാത്തൊരു ദൈവം, നമ്മുടെ പ്രകൃതി അറിയുന്ന ഒരു ദൈവം, നമ്മെ സൂക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുള്ള ദൈവം, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ നമ്മെ പരിപാലിപ്പാൻ കഴിയുന്ന ഒരു ദൈവം.
നമുക്ക് ഉൽപ്പത്തിയിലേക്ക് വരാം. 9:15 കഴിഞ്ഞപ്പോൾ ഉപദേശി അങ്ങോട്ട് പോവുക. അയ്യോമേ, ഇതിന് വെളിപ്പാട് വരുമ്പോൾ സമയം എന്താവും അല്ലേ? എൻ്റെ പെട്ടെന്ന് തീർക്കും കേട്ടോ. ദൈവം ശാപകരമായ വാക്ക് പറയാം. ആദാമേ, വിയർപ്പുകൊണ്ട് ഉപജീവനം കഴിക്കും. പെങ്കൊച്ചെ, വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭൂമി മുള്ളും പറക്കാരെയും മുളയ്ക്കും. പാമ്പിനോട് ഉരസുണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി ആഹാരമായിട്ട് തീരും. 4 കൂടെ ഞെട്ടി നിൽക്കുമ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്ക്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ. മനസ്സിലായി ആർക്ക്? കുട്ടിപ്പിശാചിന് മനസ്സിലായി, മനുഷ്യവർഗത്തിന് മനസ്സിലായെന്നറിയില്ല. ഏതായിരുന്നാലും അന്ന് മുതൽ ഇവനിങ്ങനെ ഈ നന്നായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും പിശാച് നോട്ട വിട്ടു. കാരണം സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്നവൻ ആരാന്നറിയാനാ. നിങ്ങൾ കണ്ടോ, വടയമത്തിൽ ഈ മര്യാദയ്ക്ക് പക്വതയോടെ ജീവിച്ച സഹോദരിമാർക്ക് പലർക്കും ദൈവം പ്രസവം ബ്ലോക്ക് ചെയ്തു. അബ്രഹാമിൻ്റെ ഭാര്യ സാറായ്ക്ക് പിള്ളേരുണ്ടോ? ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക, യാക്കോബിൻ്റെ ഭാര്യ, ഇഷ്ടപ്പെട്ട ഭാര്യ റാഹേലിനുണ്ടോ? ഇല്ല. പിന്നീട് പിള്ളേരുണ്ടായി. സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഹന്നയ്ക്ക് പിള്ളേരുണ്ടോ? ഇല്ല. പള്ളി പോകാത്ത പെനിന്നിക്കുണ്ടോ? എൻ്റെ പൊന്നെ, അത് ആണ്ടുതോറുവാ. അഹ്റോന്റെ കൂറിൻ്റെ ക്രമപ്രകാരം കൃത്യമായി ധൂപം കെട്ടുന്ന പിന്നെ സക്കരിയാവിൻ്റെ ഭാര്യ ഇല്ല. യഹോവ ഒരു ഗർഭം അടച്ചു, പിന്നെ തുറന്നു. എൻ്റെ കാര്യം മനസ്സിലായോ? സമയം പരിമിതി കൊണ്ടാണ്. ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെടുക്കൂടാന്ന് പറഞ്ഞ അന്ന് പോലെ ഇവൻ ആരുടെ പറയുക? ഈ ചില പാട്ടും പ്രാർത്ഥനയുള്ള സ്ത്രീകൾ ഇതിൻ്റെ കൊച്ചായിരിക്കും. അതൊരു യുദ്ധതന്ത്രമാണ് ദൈവത്തിൻ്റെ. അങ്ങനെ എലിസബത്തിൻ്റെ അകത്ത് യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാന് ജന്മം കൊടുത്തിട്ട് ഇവർ പറയാതിരിക്കാൻ രണ്ടിൻ്റെയും പിന്നെ സക്കരിയാവിൻ്റെ ടേപ്പ് വെച്ച് അടച്ചു. എലിസബത്ത് മിണ്ടുന്നുമില്ല. എന്നെ മിണ്ടിയ പണി കിട്ടും. ദൈവം എന്നെ കടാക്ഷിച്ചു. അപ്പോൾ അവർ പറയും, നിനക്ക് ദൈവം തന്നാണോ? ആണ്. എന്നിട്ട് അന്ന് പോലും അച്ചായൻ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റുമോ? രണ്ടുപേരും മിണ്ടുക. അച്ചായനും മിണ്ടാട്ടമില്ല, പിന്നെ ആരും മിണ്ടാനാ? പ്രശ്നമായി. രണ്ടും മിണ്ടാതിരുന്നു. കർത്താവ് ഇങ്ങനെ എങ്ങനെ ഇത് ഇങ്ങനെ അങ്ങനെ കണ്ടി ദൈവമക്കൾക്ക് ചിലപ്പോൾ ഒളിച്ചൊക്കെ പാർക്കിട്ടി വരും. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. ഇങ്ങനെ ഈ എലിസബത്തിൻ്റെ പുറകെ ഇവനെ നടത്തിക്കുക. എന്നാ കാര്യം? ശ്രദ്ധ മുഴുവൻ ഇവൻ്റെ പുറകെ നടത്തി വെച്ചുണ്ടല്ലോ. യുഗപ്രഭാവ വീരൻ ജനിക്കാൻ ഒരു കണ്ണുപോലും കൊടുക്കാതെ മറിയുടെ അകത്ത് യേശുവിനെ ഇപ്പുറത്ത് കൊടുത്തു. യേശു ജനിച്ചു. വിദ്വാൻമാർ എന്നപ്പോൾ ചോദിച്ചു, എവിടാ ജനിച്ചേ? അപ്പോഴാണ് മനസ്സിലായത് രാജാവിന്. 2.5 വർഷം കുട്ടികളെ തട്ടിക്കളഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്നുവെച്ചും തിരിച്ചു വരുമ്പം എന്നെ അറിയിക്കണം. അങ്ങനൊന്നും വരെ യേശുവിനെ കാണുന്നതിന് മുൻപ് ഏത് വളഞ്ഞ വഴികടെയും പോവാം. കണ്ടു കഴിഞ്ഞാൽ പുതിയ വഴി, പിന്നെ പഴയ വഴിയില്ല. 2.5 വയസ്സാണ് കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളഞ്ഞു. പിന്നെ പിശാചിന് മനസ്സിലായി, പിന്നെ ഈ പുള്ളി കാണത്തില്ലായിരിക്കും. ഇവൻ്റെ കണ്ണിപ്പെടാതെ നോക്കുക ദൈവം നമ്പരാൻ. വെള്ളറുടെ ഉപ്പും ചാക്കിൻ്റെ പുറത്ത് പിശാചിങ്ങനെ ഇരിക്കുക. യേശു എങ്ങാനും പള്ളിക്കൂടത്തിൽ പോകണ്ടോന്നറിയാം. നോക്കുക, എല്ലാ പിള്ളേരും നോക്കുക. യേശുവിനെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ടില്ലെന്ന് ദൈവം വിട്ടു. യേശു പള്ളിയിൽ പോയിട്ടുണ്ടോ? ഇല്ല. എന്നെ പോകാത്തെ? പോയെങ്കിൽ ആ പ്രശ്നമായി തന്നെ. അവിടെ ചില ആപ്ലിക്കേഷൻ പോകുമ്പോൾ പൂരിപ്പിക്കണ്ടായോ? അമ്മയുടെ പേര് മറിയ, അപ്പൻ്റെ പേര് സ്വർഗസ്വനായ പിതാവ്. അഡ്മിഷൻ കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? സ്വർഗസ്വനായ പിതാവ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ? അല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് കിട്ടണം? യോസെഫ്. അത് എഴുതാൻ പറ്റുമോ? അപ്പം പോകാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. 1. 2, യേശു പള്ളിക്കൂടത്തിൽ പോകാതിരുന്ന എൻ്റെ മക്കളെ ആവും നല്ല കാര്യം. എൻ്റെ യേശുവിനെ പോരാ, നമ്മുടെ യേശുവിനെ പഠിപ്പിക്കുവാൻ യോഗ്യതയുള്ള ഒരധ്യാപകനും ലോക ചരിത്രത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയൊട്ടും ജനിക്കുകയുമില്ലെന്ന് 12ാമത്തെ വഴിയിൽ പള്ളിയിൽ വെച്ച് കണ്ടതാ. പക്ഷേ കാണാതെ പോയി, കൊണ്ടുപോയി ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചു വന്ന്. പിന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് യേശു വെള്ളരുടെ കിട്ടുമ്പോൾ ഇവനാണോ യേശു? ഒരു സംശയം. അപ്പുറത്തൊരുത്ത് നടക്കുന്നു. അതൊരു വെറൈറ്റി സാധനം. 6 മാസം മൂപ്പ്, വെട്ടുക്കിളി, ആഹാരം, ഒട്ടകരോമം. നടപ്പ് കണ്ടാൽ ആരാ യേശു? മറ്റേ പുള്ളിയാ. അതാ ഈ 6 മാസം മൂപ്പിന് ഒരുത്തിനെ കൊടുത്തന്നെ. അവൻ്റെ പുറകെ നടക്കാൻ വേണ്ടി കൊടുത്തേക്കണതാ. അപ്പം ഇവൻ രക്ഷപ്പെട്ട്. മനസ്സിലായോ? എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ ഒരു സംശയം. ആ പൂച്ചക്കണ്ണും തോളറ്റ മുടിയും ഒരു പ്രൗഢിയും ദിവ്യത്വം, കയ്യിലൊരു സഞ്ചിയും. എന്നതായി സഞ്ചിക്കകത്ത്? വല്ല ഇനി ഞാനെങ്ങാനും അറിയാതെ വല്ല ന്യായപ്രമാണം പഠിക്കാൻ പോകുന്നതായിരിക്കുമോ? ഒരിക്കൽ യേശുവിനെ കണ്ട് കടയിൽ വന്നപ്പോൾ ഭാവനയാണ് കേട്ടോ. യേശുവിൻ്റെ സഞ്ചിക്കകത്ത് എന്നാന്നറിയാൻ വേണ്ടി പതുക്കെ ചെന്ന് പിശാചിനെ നോക്കി കഴിഞ്ഞപ്പോൾ സമാധാനമായി. ന്യായപ്രമാണമല്ല, 2 വീതുളി, ഒരു കൊട്ടുകൂടി, ഒരു മുഴക്കോല്, സമാധാനം. ഇവൻ തച്ചനാന്നേ 2 or 3 മീറ്റർ മാത്രം നീളമുള്ള മരമുട്ടിയുടെ മുമ്പിൽ കയറിയിരുന്ന് ഈ ചിന്തിച്ച് പിടിച്ചു വലിക്കുന്ന ഒരു മരാശാരിയാണെന്നാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇരുന്നോട്ടെ, അതാണ്. പക്ഷെ അതിനപ്പുറത്ത്
കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യൻ്റെ മനസ്സിൻ്റെ തകർച്ചകൾ മാറ്റുവാൻ കഴിയുന്ന, ഇവിടുത്തെ കരികൽ ഭിത്തികൾക്കും കരുനിയമങ്ങൾക്കും മാറ്റാൻ കഴിയാത്ത, ആളുകളെ മാറ്റാൻ കഴിയുന്ന, ഈ പഞ്ചായത്തിനെ പൊളിച്ചു പണിയാൻ കഴിയുന്ന, നിന്റെ നേർച്ചകൾക്കും കാഴ്ചകൾക്കും പണിയാൻ കഴിയാത്ത തലതെറിച്ച തലമുറകളെ ഉരുക്കുപോലെ പണിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ പെരുന്തച്ഛനായ ശില്പിയാണ് യേശുക്രിസ്തു. യേശുവിന്റെ കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് പണിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി 30-ാമത്തെ വയസ്സ് ഒരു പ്രസംഗം കേട്ട് ഓടിച്ചെന്ന് നോക്കി പിശാച്. നോക്കിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ എനിക്കിത് പറയാൻ സമയം വേണം, നിങ്ങൾ സമയം എന്നൊക്കെ യോഹന്നാൻ പ്രസംഗിക്കുക. നല്ല പ്രസംഗം, നമ്മളെപ്പോലൊന്നല്ല. അവൻ ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ യോഹന്നാൻ പറയാ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. അതാരടപ്പ? നീയാണ് വലിയ പുള്ളി എന്നും പറഞ്ഞപ്പോൾ അവൻ എന്നേക്കാൾ വലിയവൻ. അവന് ചെരുപ്പിന്റെ വാറഴിപ്പാൻ വീശുമുറം, അവൻ കളത്തമുറ്റും പതിർകിടാത്തതയിൽ. നമ്മൾ ബാക്കിയൊന്നും പറയുന്നില്ലേ, ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു ഇവനേക്കാൾ വലിയവനോ? ഇവൻ്റെ പുറകെ നടന്ന് കട്ടായിപ്പോയി. ആരാ വലിയവൻ? അറിഞ്ഞിട്ട് വേണമല്ലോ എൻ്റെ തലയെടുക്കാൻ വരുന്നവനെ. കൺഫ്യൂഷൻ നോക്കുകയുള്ള കൺഫ്യൂഷൻ പെട്ടെന്ന് നിർത്തും. എത്ര മിനിറ്റ് ഉണ്ട്? 6-7 മിനിറ്റ് ഉണ്ട്. 9:30 അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് നിർത്താൻ നിങ്ങൾ കൃത്യമായിട്ട് വന്നവരോ വല്ലതും ആണോ? ഞാനിവിടെ പോയോ തുടങ്ങുമ്പോൾ വന്നതാ. നിങ്ങൾ തോന്നിയപ്പോഴല്ലേ വന്നത്? സത്യം പറഞ്ഞാൽ തോന്നുമ്പോൾ നിർത്തിയാൽ മതി. എന്നാലും ഇനിയെങ്ങാനും വിളിക്കണമല്ലോ എന്നൊരു ആഗ്രഹമുള്ള സമയം നിർത്തിച്ച് പോവുക. പെട്ടെന്ന് പറഞ്ഞേക്കാം. കൺഫ്യൂഷൻ. നമ്മളെ വട്ടം കറക്കുന്നവനാ പിശാച. അവനെ വട്ടം കറക്കുന്ന യേശുവിനെ കണ്ടോളാം. യോഹന്നാൻ നോക്കിയപ്പോൾ ഇവനാണ് വലിയ. അപ്പോൾ ഇവനോ എന്നെയൊക്കെ വലിയവൻ വരും. അപ്പോൾ യേശു വരിക. യേശു വന്ന്, നീയാണോ വലിയവൻ? നീയാണ് യേശു. നീ സഞ്ചിയും കൊണ്ട് നടന്ന് എന്നെ പറ്റിച്ചല്ലടാ, നീയാണ് യേശു അല്ലേ? അപ്പോൾ പിശാച് നിൽക്കുന്ന കണ്ടപ്പോൾ യേശു പറയാം, സ്ത്രീകളിൽ എണിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. ആര്? ഇവനാണ് വലിയവൻ. അപ്പോൾ ഇവൻ പറയാം, ഞാനിങ്ങനെ ഒത്തിരി പേരെ മുക്കിയെന്നേ ഉള്ളൂ, ഈ സ്നാനം നിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. അപ്പോൾ ആരാ വലിയവൻ? ഇവൻ. അപ്പോൾ ഇവനെ നോക്കി. അപ്പോൾ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സ്ഥലനിധിയും. അപ്പോൾ ആരാ വലിയവൻ? ഇവൻ. എൻ്റെ പൊന്നോ, ഒരു തലവേദനയ്ക്ക് ഒരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ പുള്ളി മേടിച്ച് കഴിച്ചു പോയനെ. കാരണം ഇത് ആരാ യേശു അറിയണ്ടേ? സ്വത്രം. നിന്റെ തല എടുക്കുമെന്ന് വെല്ലുവിളിച്ചവന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടെ 3 പതിറ്റാണ്ട് നടത്താൻ ദൈവം ശക്തനാണെങ്കിൽ, ഒരാൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കരുത് എന്ന് കൽപ്പിച്ചവന്റെ കൊട്ടാരത്തിനകത്ത് മോശയെ വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, പുതുവർഷം ദൂതേറ്റെടുക്കുക, നിന്റെ തലയ്ക്ക് വില പറയുന്ന വിഷയങ്ങൾ പുതുവർഷത്തിൽ കാൽ ചുവട്ടിൽ അമർത്തി മുന്നോട്ട് പോകാൻ എൻ്റെ ദൈവം കൃപ നൽകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. രണ്ടും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി കേട്ടോ. പുള്ളി നോക്കി, ഇതിലാരാ വലിയവൻ? നോക്കി നിൽക്കുമ്പം യേശു മുങ്ങി, യോഹന്നാൻ മുക്കി. പുള്ളിക്ക് പിടി കിട്ടി. മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പം ആരാ വലിയവൻ? യോഹന്നാൻ. നീ ഇങ്ങോട്ട് കയറി വാ, നിന്റെ ഒട്ടകരോമെന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. യേശു മുങ്ങിയപ്പം ദൈവത്തെ ഡിക്ലറേഷൻ. എന്തോ ഡിക്ലറേഷൻ? ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല, ദൈവത്തിന് മനസ്സിലായതേ. 30 വയസ്സായെന്നേ, സമയമായെന്നേ. നാഴികയിൽ എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നാഴിക മരണമാ. അതിലേക്ക് കാലെടുത്ത് വെച്ചെന്നേ കാനാവിലെ കല്യാണത്തിൽ. സമയമായെന്നേ. ദൈവം ഡിക്ലറേഷൻ. എന്തോന്ന്? എലിഹൂദ് എലയാസർ എരിപ്പിച്ച് എറയാസർ മത്താനെ എരിപ്പിച്ച് മത്താൻ യാക്കോബനെ എരിപ്പിച്ച് യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ എനിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു ഒന്നിച്ച് പറയുകയാണ്. എന്ന് പറയാന്നറിയുമോ? ഇവൻ എലിഹൂദിന്റെ മകനായ എലയാസറിന്റെ മകനായ മത്താന്റെ മകനായ യാക്കോബിന്റെ മകനായ മറിയയുടെ മകനല്ല. ഇവൻ മറിയയുടെ മകനല്ല. ഇവൻ യോസേഫിന്റെ മകനല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇവന് ചെവി കൊടുപ്പീ. പിശാചി ഞെട്ടിത്തിരിച്ചു നോക്കി. ആഹാ, മുകളിൽ പിതാവായി ദൈവത്തിന്റെ ശബ്ദം. തൃത്വം പുള്ളിക്കറിയാം. ഈ ഇവിടെ വരുന്നവർക്ക് പുറത്തറിയത്തില്ലല്ലേ? അതല്ലേ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പിശാചിനറിയാം തൃത്വം. പുള്ളിക്ക് പോലും അറിയാവുന്ന കാര്യം അറിയാൻ മേലാത്തവരുടെ ഇവിടെ. അതാ ഉണ്ടോ? പുള്ളിക്ക് തൃത്വം അറിയാം. പുള്ളിക്ക് മുകളിൽ പിതാവായ ദൈവം, താഴെ യേശു ക്രിസ്തു. ഒരാളും കൂടെ വരാനുണ്ടല്ലോ. ആര്? പുള്ളി അവിടെ പണ്ട് പോകാറുള്ള ആളല്ലേ. പരിശുദ്ധാത്മാവ് നോക്കി നിൽക്കുമ്പം കൺഫ്യൂഷൻ നിൽക്കാൻ വരുന്ന വരവ് കണ്ടോ? മേഘപാലുകളെ പിളർത്തിക്കൊണ്ട് പ്രാവെന്ന രൂപം ചെറുകടി ശബ്ദവുമായി വന്ന് ആവസിച്ചാ പറയുന്നത്, ഇവൻ തന്നെയാണ് വരുവാണ് ദൈവത്തിന്റെ പുത്രൻ, നിന്റെ തലയെടുക്കാൻ വന്നവൻ. യേശു വന്നു പറയും, യോഹന്നാന് പോകാം, ജനങ്ങൾക്ക് പോകാം. പിശാച് പറഞ്ഞു, ഞാനും പോവാ. നീ പോകാൻ പറ്റിഞ്ഞിടവാണ്. നീ എവിടെ പോവാനാ? നീ എന്നെ കണ്ടുപിടിച്ചല്ലോ. 40 ദിവസം ആർഗ്യുമെന്റ്. മര്യാദയ്ക്ക് 3.5 കൊല്ലം കൂടെ ഭൂമിയിലുണ്ടാക്കും. വഴുതടയാൻ വന്നാൽ സമയത്തിന് മുമ്പേ ഞാൻ നിന്നെ അയക്കും. അതാ ഈ
ഗദരേശ ദേശത്തെ ഒളിമുക്ക് എന്നെ സമയത്തിന് മുമ്പ് ഒന്നും ചെയ്യരുത്. ക്രൂശിൽ വന്ന പ്രസംഗം അവസാനിപ്പിക്കുക. 4 മിനിറ്റും കൂടെ ഉണ്ട്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പിശാച് എന്തോ വിചാരിച്ചു, ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ പാപിയാണിവൻ. കാരണം യോസേഫിൻ്റെ മകൻ, മറിയയുടെ മകൻ, യാക്കോബ്, യൂദാശിയും ഒരു സഹോദരൻ. ഇതെങ്ങനെ ജനത്തെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ ജഡസംബന്ധമായി ജനിച്ചവനാണെന്നും ഇവൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അർഹനാണെന്നും പിശാച് വാദിച്ചു നിൽക്കുകയാണ്. യേശു കുരിശിൽ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പക്ഷേ യേശു പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, പാപത്തെക്കുറിച്ച് ഒരു ബന്ധവും അവനില്ല. എന്താ എബ്രായകനം? ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയത് അല്ലേ? പവിത്രൻ, നിർദോഷം, നിഷ്കളങ്കൻ, സ്വർഗത്തേക്കാൾ ഉന്നതന്, പാപികളോട് വേർപെട്ടവൻ. കണ്ടോ? അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പം പാപമല്ലാത്ത ഒരുവൻ മരിച്ചു. പിശാച് ഞെട്ടിപ്പോയി. എന്താ അറിയാമോ? ദൈവത്തിന്റെ അടുത്ത ഡിക്ലറേഷൻ എന്തറിയാമോ? നീയാണ് തോറ്റത്. റഫറി ദൈവമാണ്, നീയാ തോറ്റത്. എങ്ങനെ തോറ്റു? അതിക്രമങ്ങളിലൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെടുത്ത് ക്രൂശിൽ തറച്ച നടുവിൽ നീക്കിക്കളഞ്ഞ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ചു. നിന്റെ മേൽ ക്രൂശിൽ ജയോത്സവം. ഇവൻ പാപം ചെയ്തിട്ടില്ല, പിന്നെങ്ങനെ മരിക്കും? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? അതെ, പിന്നെങ്ങനെ മരിക്കും? പാപികൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് എന്താ ഗുണം? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവരുടെ നെറ്റിയിൽ നീ ഒട്ടിച്ചു വെച്ച സ്റ്റിക്കർ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നിന്റെ മരണാധികാരത്തിൽ നിന്ന് ഏത് പാപിയാണോ മരണമില്ലാതെ മരിച്ച യേശുവിനെ വിശ്വസിക്കുന്നത്, ആ യേശുവിനെ രക്തം കൊണ്ട് നനച്ച് അവരുടെ നെറ്റിയിലെ സ്റ്റിക്കർ ഞാൻ പറിച്ചു കളയുമെന്ന് ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ട ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ വ്യക്തമായി പറയട്ടെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന്റെ മേൽ മരണത്തിന് അധികാരമില്ലെന്ന്, മരണാധിക പിശാചിനെ അവൻ മറിച്ചിട്ടെന്ന്. ഇന്ന് രാത്രി ക്രൂശിലേക്ക് വരണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷിതാവിനെ രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ. സുഹൃത്തേ, ഇന്ന് രാത്രി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് പഴയ പ്രവചനങ്ങൾ നിവൃത്തിയാക്കാനാണെങ്കിൽ, യേശു ക്രൂശിൽ മരിച്ചത് ഈ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞേക്കാൾ നെഞ്ചത്തെ കൈവച്ചാണ് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ, യേശു ക്രൂശിൽ മരിച്ചത് എന്റെ നെറ്റിമേലും എന്റെ കുടുംബത്തിന് മേലും എഴുതിയ പിശാചിന്റെ ആ എഴുത്തുകൾ മായ്ക്കാനാണെങ്കിൽ, ഇന്ന് രാത്രി ആ യേശുവിനെ എനിക്ക് വേണം. ആ ക്രൂശിലെ യാഗത്തെ ഞാൻ അംഗീകരിക്കുന്നു. ക്രൂശിലെ കള്ളൻ പറഞ്ഞതുപോലെ ആര് പറയും, ഞാൻ മരിച്ചാൽ കർത്താവേ നിന്റെ അടുക്കലെത്തുവാൻ എന്നെ സഹായിക്കണമേ. നിൻ മരണം കൊണ്ടെന്റെ വൻ നരകം നീ അകറ്റിയിരിക്കുന്നു. വിശ്വസിച്ച് ഏറ്റു പറയുവാൻ കഴിയുന്നവരുടെ മേൽ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കും. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ. കരം നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മനോഹരമായ രാത്രിക്ക് നന്ദി പറയുന്നു. യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് തിരുവെഴുത്തുകൾ നിവൃത്തിയായി. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് ഞങ്ങളുടെ മേലുണ്ടായിരുന്ന വാഴ്ചകളും അധികാരങ്ങളും കർത്താവ് തകർത്ത തരിപ്പണമാക്കി അവന്റെ അടിമ നുകത്തിനെ വിടുവിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ദൈവകൃപയിൽ ജീവിപ്പാൻ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഇരു കരങ്ങളും ചേർത്തടിച്ച്, യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് എന്റെ പ്രവചനങ്ങൾ നിവൃത്തിയായി, എന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു, പിശാചിന്റെ തലയെ തകർത്തു, മരണാധികാരം